ഓക്കെ. സോ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ ചെയ്ത പോലെ കുറച്ച് ടൈം തരാം നിങ്ങൾക്ക് എന്താ പറയാ ഇന്ററാക്ട് ചെയ്യാൻ, ആൻസർ ഒക്കെ പറയാൻ. എന്നിട്ട് നമുക്ക് അതിന്റെ എക്സ്പ്ലനേഷനിലേക്കും ആൻസറിലേക്കൊക്കെ പോവാം. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് ഫോർ വിച്ച് ഓഫ് ദ ഫോളോയിങ് p വാല്യൂസ് ഓഫ് എ ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക് എ null hypothesis is likely to be accepted? ഈ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻസ് കണ്ടിട്ടുണ്ടോ നിങ്ങൾ? For which of the following p values of a test statistics a null hypothesis is likely to be accepted? 4 options തന്നിട്ടുണ്ട്. 0.32 of 2%, 32%, 2%, 0.42. So okay. കറക്റ്റ് ആൻസറിലേക്ക് വരുന്നതിന് മുന്നേ എക്സ്പ്ലനേഷൻ പറഞ്ഞുതരാം. സോ എന്താണ് ഈ പി വാല്യൂ എന്നുള്ളത്? സോ പി വാല്യൂ എന്നുള്ളത് നമ്മളൊരു റിസർച്ച് നൾ ഹൈപ്പോത്തീസിസ് വെച്ച് മുന്നോട്ട് കൊണ്ടുപോയി ആ റിസർച്ചിന് വരെ അതിന്റെ ലാസ്റ്റത്തെ പ്രോസസ്സിൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തെടുക്കുന്ന വാല്യൂസ് ഒക്കെ. പി വാല്യൂസിന്റെ ഒരു എവിഡൻസ് അല്ലെങ്കിൽ ഒരു ഇമ്പോർട്ടൻസ് എന്താന്ന് വെച്ചാൽ ഈ പി വാല്യൂസ് ആണ് എന്താണ് നൾ ഹൈപ്പോത്തീസിസ് റിജക്ട് ചെയ്യണോ അല്ലെ ആക്സെപ്റ്റ് ചെയ്യണോ എന്ന് തീരുമാനിക്കുന്ന ഘടകം എന്നുള്ളത് ഈ പി വാല്യൂ ആണ്. ഓക്കെ. സോ പി വാല്യൂ ചെറുതാണെങ്കിൽ നൾ ഹൈപ്പോത്തീസിസിനെതിരെയുള്ള എവിഡൻസും ധരിക്കും. സോ നമുക്ക് പറഞ്ഞുതരാം. പി വാല്യൂ ഇസ് എ മെഷർ ഓഫ് സ്ട്രെങ്ത് ഓഫ് എവിഡൻസ് എഗനിസ്റ്റ് നൾ ഹൈപ്പോത്തീസിസ് എന്നാണ് പറയാം. സോ എ സ്മോളർ പി വാല്യൂ ഇൻഡിക്കേറ്റ്സ് സ്മോളർ എവിഡൻസ് എഗനിസ്റ്റ് നൾ ഹൈപ്പോത്തീസിസ്. സോ ഒരു പി വാല്യൂ എന്നുള്ളത് ഒരു സ്മോളർ എമൗണ്ട് ആണെങ്കിൽ ഒരു എന്താണ് ആ വാല്യൂ ചെറുതാണെങ്കിൽ സ്മോളർ എവിഡൻസ് എഗനിസ്റ്റ് നൾ ഹൈപ്പോത്തീസിസ്. സോ എന്തായാലും നൾ ഹൈപ്പോത്തീസിസ് ഈസ് ലൈക്ലി ടു ബി റിജക്റ്റഡ്. അതാണ് പി വാല്യൂവിന്റെ ഒരു ഇമ്പോർട്ടൻസ് എന്നുള്ളത്. സോ എങ്ങനെയാണ് ആ സ്മോളർ വാല്യൂ അല്ലെങ്കിൽ പി വാല്യൂ അക്സെപ്റ്റ് ചെയ്യണോ റിജക്ട് ചെയ്യണോ എന്നൊക്കെ തീരുമാനിക്കുന്നത്? പി വാല്യൂ 5% അല്ലെങ്കിൽ 5% കുറവോ ആണെങ്കിൽ എന്താകാം നൾ ഹൈപ്പോത്തീസിസ് റിജക്ട് ചെയ്യപ്പെടാം. പി വാല്യൂ 5% മുകളിൽ മാത്രമാണെങ്കിലാണ് നൾ ഹൈപ്പോത്തീസിസ് നമ്മൾ ആക്സെപ്റ്റ് ചെയ്യേണ്ടത്. ഓക്കെ, ഇതാണ് ഇതിന്റെ ബേസിക്. സോ ഏറ്റവും ബേസിക് ആയിട്ട് ഇങ്ങനെ മനസ്സിലാക്കി വെക്കുക. പി വാല്യൂ ചെറുതാണെങ്കിൽ എന്താണ് നൾ ഹൈപ്പോത്തീസിസിനെതിരെയുള്ള എവിഡൻസ് സ്ട്രോങ് ആണ്, നൾ ഹൈപ്പോത്തീസിസ് നമ്മൾ റിജക്ട് ചെയ്യും. ഓക്കെ, ക്ലിയർ? ഇതിന്റെ ടെക്നിക്കൽ സാധനം പഠിച്ചു വെക്കണ്ട. എനിക്ക് ഈ രീതിയിലാണ് നമ്മൾ ചോദിക്കുക. പി വാല്യൂ തന്നിരിക്കുന്ന പി വാല്യൂല് ഈ നൾ ഹൈപ്പോത്തീസിസ് റിജക്ട് ചെയ്യണോ ആക്സെപ്റ്റ് ചെയ്യണോ എന്നുള്ള ആ രീതിയിലാണ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവുക. സോ ഈ ഒരു ബേസിക് സാധനം മാത്രം നിങ്ങൾ അറിഞ്ഞാൽ മതി. സോ ചിലപ്പോൾ നമ്മൾ തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ ബാക്കിയെല്ലതും പെർസെൻറ്റേജ് ആണെങ്കിലും ഇങ്ങനെ 0.01 ആ ഒരു വാല്യൂ അങ്ങനെയൊക്കെ ഉണ്ടാവുന്നുണ്ട്. 0.42 എന്നൊക്കെയുള്ള വാല്യൂ, ഐ മീൻ പെർസെൻറ്റേജിന്റെ സിമ്പിൾ ഇല്ലാത്തൊരു വാല്യൂ ഓപ്ഷൻ ഉണ്ടാവാറുണ്ട്. സോ ഈ 0.01 എന്നുള്ളത് നിങ്ങൾ 1% ആണ്. ഈ ഒരു ക്വസ്റ്റ്യൻസിന്റെ കേസിൽ അത് 1% ആണ്. സോ 0.042 ഒക്കെ ആണെങ്കിൽ അത് 42% എന്നുള്ള വലിയൊരു എമൗണ്ട് ആവുന്നു ഓർത്തു വെക്കുക. ഓക്കെ, ഇനി തിരിച്ച് ഈ ക്വസ്റ്റ്യൻസിലേക്ക് തന്നെ വരാം. ഫസ്റ്റ് തുടങ്ങിയ ക്വസ്റ്റ്യനിലേക്ക് എന്നെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്ക്. തന്നിരിക്കുന്ന ചോദ്യം ഇതാണ്. For which of the following p values of a test subject a null hypothesis likely to be accepted? So നമ്മൾ നേരത്തെ പറഞ്ഞു എങ്ങനെയാണ് null hypothesis ആക്സെപ്റ്റ് ചെയ്യണോ അല്ലെങ്കിൽ റിജക്ട് ചെയ്യണോ തീരുമാനിക്കുന്ന ഘടകം എന്നുള്ളത് p വാല്യൂവിന്റെ അളവാണ്. സോ p വാല്യൂ എന്നുള്ളത് 5% മുകളിലാണെങ്കിലാണ് എന്താവുക നമ്മൾ ആ null hypothesisനെ ആക്സെപ്റ്റ് ചെയ്യും. 5% താഴെ ആകുമ്പോൾ null hypothesisനെ റിജക്ട് ചെയ്യും. സോ ഇതിൽ വെച്ച് നമുക്ക് ഈസി ആയിട്ട് ആൻസറിലേക്ക് വന്നൂടെ? എവരിബഡി പ്ലീസ് റെസ്പോണ്ട്. സോ നമ്മൾ എന്ത് ചെയ്യാം, ഓപ്ഷൻസിലേക്ക് വരും. ഐ തിങ്ക് എന്താണ്, ഐ ഹോപ്പ് നിങ്ങൾക്ക് ആ കൺസെപ്റ്റ് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. സോ 0.32 of 2%. സോ 2% എന്താണ് 5% കുറവാണ്. സോ അതെന്താണ് നമ്മൾ ആക്സെപ്റ്റ് ചെയ്യുന്ന കേസിൽ നമ്മൾ അതിനെ പരിഗണിക്കേണ്ടതില്ല. സോ നമുക്ക് എന്ത് ചെയ്യാം, എന്നുള്ളത് എലിമിനേറ്റ് ചെയ്യാം. ഇനി 32% എന്നുള്ളത് 5% മുകളിലായതുകൊണ്ട് തന്നെ 32% എന്നുള്ള വാല്യൂ പി വാല്യൂ ആ നൾ ഹൈപ്പോത്തീസിസിനെ ആക്സെപ്റ്റ് ചെയ്യുന്ന വാല്യൂ ആണ്. 2% ഇതും ബിലോ എന്താണ് 5% എന്നുള്ള അളവാണ്. 0.42 എന്നുള്ളത് നമ്മൾ നേരത്തെ പറഞ്ഞു എന്താ ഇത് മാറും 42% എന്നാണ് മനസ്സിലാക്കേണ്ടത് ഈ ഒരു കേസിൽ. സോ ബി ആൻഡ് ഡി അതാണ് കറക്റ്റ് ആൻസർ വരിക.
ഓപ്ഷൻ സി. ഓക്കെ, ക്ലിയർ ആണോ? എനിക്ക് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഈ ഒരു പാറ്റേണിൽ ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. നിങ്ങൾ ജസ്റ്റ് പി വൈക്യുവിന്റെ കമ്പാരിസൺ ഒക്കെ ഉണ്ടെങ്കിൽ പി വാല്യൂ അടിച്ചു കൊടുത്താൽ അണ്ടറിൽ വന്ന ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് കാണാം. ക്ലിയർ ആണോ? ഐ ഹോപ്പ് ഇറ്റ് ഇസ് ക്ലിയർ. നമുക്കെന്നാ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം കേട്ടോ. ഓക്കെ, എന്നാ നെക്സ്റ്റ് ക്വസ്റ്റ്യന്റെ ആൻസർ പറയാം. സെക്കൻഡ് ക്വസ്റ്റ്യൻ ഇതാണ്. The null hypothesis looks plausible for which of the following p values of a test of significance? 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. 43%, 0.27, 3%, 0.43 of 1%. സോ എന്താണ് ചോദിക്കുന്നത്? പ്ലോസിബിൾ മീൻസ് പ്രോബബിൾ അല്ലെങ്കിൽ റീസണബിൾ, നമുക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നത് എന്നൊക്കെയാണ് മീനിങ് കേട്ടോ. അപ്പൊ ഏതൊക്കെ ആയിരിക്കും അതിന്റെ ആൻസർ വരിക? ഓക്കെ, റെസ്പോണ്ട് ചെയ്യും. നേരത്തെ മനസ്സിലായെങ്കിൽ പിന്നെ ഇത് ആൻസർ ചെയ്യാൻ വലിയ പണിയൊന്നുമില്ല. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. ഓക്കെ, കറക്റ്റ് ആൻസേഴ്സ് are coming. ഓക്കെ, ടൈം ഇസ് enough. കറക്റ്റ് ആൻസർ എന്നുള്ളത് എ ആൻഡ് ബി ഉള്ളിയാണ്. എന്താണ് ബാക്കിയുള്ളവർ റെസ്പോണ്ട് ചെയ്യാത്തത്? മനസ്സിലാവാറ്റാണോ? ഇതിൽ ഇതൊന്നും ഇല്ലടോ. നിങ്ങൾ നോക്കേണ്ടത് ആക്സെപ്റ്റ് ചെയ്യാനാണെങ്കിൽ 5% എന്നുള്ളൊരു വാല്യൂ ഉണ്ടാവുമല്ലോ. 5% എന്നുള്ള വാല്യൂവിൽ കൂടിയ വാല്യൂ ഓപ്ഷൻസിൽ ഏതൊക്കെ ഉണ്ട് അതൊക്കെ പിക്ക് ചെയ്യാം. ഇനി പി വാല്യൂ റിജക്റ്റ്, ഹൈപ്പോത്തീസിനെ റിജക്റ്റ് ചെയ്യിക്കുന്ന പി വാല്യൂ ആണെങ്കിൽ നിങ്ങൾ നോക്കുക 5%, 5% താഴെ ഏതൊക്കെ ആൻസർ വരുന്നോ അതൊക്കെ നിങ്ങൾ പിക്ക് ചെയ്യുക. ഇത്രയും ഇതാണ് ബേസിക് ആയിട്ട് നമുക്ക് മനസ്സിലാകേണ്ട കാര്യങ്ങൾ എന്നുള്ളത്. ഇനി ഈ ഒരു ക്വസ്റ്റ്യനിലേക്ക് വരികയാണെങ്കിൽ the null hypothesis looks plausible for which of the following p value? So 43% എന്നുള്ളത് ഒബ്വിയസ്ലി 5%-നേക്കാൾ മുകളിലുള്ള വാല്യൂ. അപ്പൊ നമ്മൾ എന്താ ചെയ്യണം? അത് നമുക്ക് പിക്ക് ചെയ്യാം, ആക്സെപ്റ്റ് ചെയ്യുന്ന കേസ് ആയതുകൊണ്ട്. 0.27 എന്നുള്ളത് എന്തായി മാറും? 27% ആയി മാറും. സോ അത് നമുക്ക് പിക്ക് ചെയ്യാം. 3% എന്നുള്ളത് 5% കുറഞ്ഞ വാല്യൂ ആണ്. ആൻഡ് 0.43 ഓഫ് 1%. 1% ഇറ്റ്സെൽഫ് 5% ചെറുതാണ്. അതിന്റെ 0.43 എന്നൊക്കെ പറയുമ്പോൾ ഒബ്വിയസ്ലി എന്തായിരിക്കും? 5% കുറഞ്ഞൊരു വാല്യൂ ആയിരിക്കും പി വാല്യൂ ഉണ്ടാവുക എന്നുള്ളത്. സോ ഇതിന് നമുക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ, നൾ ഹൈപ്പോത്തസിസിനെ ആക്സെപ്റ്റ് ചെയ്യാൻ സഹായിക്കുന്ന പറയുന്നത് ഈ എ ആൻഡ് ബി ഉള്ളിൽ നിന്നുള്ള ഈ ഒരു ഓപ്ഷൻ ആണ്. ഓക്കെ, ക്ലിയർ ആണോ? സോ അങ്ങനെയാണെങ്കിൽ റിജക്ട് ചെയ്യുന്ന ക്വസ്റ്റ്യൻ കണ്ടില്ല കേട്ടോ. ഓക്കെ, ഇനി ഒരു ക്വസ്റ്റ്യനിലേക്ക് വരാം. ഇതൊരു സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻ ആണ്. Given below are 2 statements. Statement 1. In observational research, the variables are actively manipulated and the environment is as controlled as possible. Statement 2. Observational research allows you to eliminate the influence of many extraneous factors. So, in the light of the above statements, choose the correct answer from the options given below. So, ഇതാണ് ക്വസ്റ്റ്യൻ ഉള്ളത്. 2 സ്റ്റേറ്റ്മെന്റ് വന്നിട്ടുണ്ട്. ആ സ്റ്റേറ്റ്മെന്റ് ട്രൂ ആണോ അല്ല ഫാൾസ് ആണോ എന്ന് ഐഡന്റിഫൈ ചെയ്യാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. സോ യു ഗൈസ് ക്യാൻ റെസ്പോണ്ട്. ആരെങ്കിലും ഈ ഒരു ക്വസ്റ്റ്യന്റെ കേസ് എന്ന് പറയുമ്പോൾ ഈ 2 സ്റ്റേറ്റ്മെന്റ് ഫാൾസ് ആണ്. ഒരിക്കലും ഒബ്സർവേഷണൽ റിസർച്ച് ഇത് നിങ്ങൾക്ക് തോന്നുന്നത് എന്താ? മാനിപ്പുലേറ്റ് ചെയ്തിട്ടൊക്കെ നമുക്ക് റിസർച്ച് ചെയ്ത് ഒരു റിസൾട്ട് ഒക്കെ കിട്ടുക എന്നുള്ളത് ഒബ്വിയസ്ലി അത് എന്തിലായിരിക്കും വരിക? എക്സ്പെരിമെന്റൽ റിസർച്ചിലായിരിക്കും. ഈ സയന്റിഫിക് റിസർച്ചിലൊക്കെയാണ് ഈ ഒരു മാനിപ്പുലേഷൻ ഒക്കെ കൂടുതലും വർക്ക്ഔട്ട് ആവുക. സോ ഈ ഒരു ക്വസ്റ്റ്യനിലേക്ക് വരികയാണെങ്കിൽ ഈ 2 സ്റ്റേറ്റ്മെന്റും എന്താണ്? ഫാൾസ് ആണ്. ഒബ്സർവേഷൻ റിസർച്ച് ദ വേരിയബിൾസ് ആർ ആക്റ്റീവ്ലി മാനിപ്പുലേറ്റഡ് ആൻഡ് ദ എൻവയോൺമെന്റ് ഈസ് ആസ് കൺട്രോൾഡ് ആസ് പോസിബിൾ എന്നുള്ള ആ ഒരു ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റും ഫാൾസ് ആണ്.
ഒബ്സർവേഷൻ റിസർച്ച് അലോസ് യു ടു എലിമിനേറ്റ് ദ ഇൻഫ്ലുവൻസ് ഓഫ് മെനി എക്സ്റ്റേനിയസ് ഫാക്ടേഴ്സ്. ഈ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റും ഫോൾസ് ആണ്. ഈ രണ്ട് സ്റ്റേറ്റ്മെന്റ് എന്നുള്ളത് എക്സ്പെരിമെന്റൽ റിസർച്ചിന്റെ ഫീച്ചേഴ്സ് ആണ്, ഒരിക്കലും ഒബ്സർവേഷൻ റിസർച്ചിന്റെ ഫീച്ചർ അല്ല. നിങ്ങൾ ഏറ്റവും ബേസിക് ആയിട്ട് മനസ്സിലാക്കേണ്ടത് ഇങ്ങനെയാണ്. ഒബ്സർവേഷൻ റിസർച്ച് എന്നുള്ളത് ഒരു കാര്യം നടക്കുന്ന അതേ എൻവയോൺമെന്റിൽ നമ്മൾ അതിനെ പോയി കണ്ട് മനസ്സിലാക്കുക, ആ രീതിയിൽ നടക്കുന്ന റിസർച്ച് ആണ് ഒബ്സർവേഷൻ റിസർച്ച്. അത് നമുക്ക് അവിടെ ഉള്ളാവുന്ന ഒരു ഇൻഡിപെൻഡന്റ് വേരിയബിളോ ഡിപെൻഡന്റ് വേരിയബിളോ ഒന്നും അവിടെ ഇല്ല. നമുക്ക് ഒന്നിനും കൺട്രോൾ ചെയ്യാൻ അതിൽ പറ്റൂല. മാനിപ്പുലേഷൻസിന് യാതൊരു തരത്തിലുള്ള സ്കോപ്പും ഇല്ല. നമ്മൾ എന്താണോ അവിടെ കാണുന്നത് അല്ലെങ്കിൽ എന്താണോ അവിടെ ഒബ്സർവ് ചെയ്യുന്നത് അത് മാത്രം മനസ്സിലാക്കിയെടുത്ത് പഠനം നടത്തുക എന്നുള്ളതാണ് ഒബ്സർവേഷൻ റിസർച്ചിൽ ഉണ്ടാവുന്ന സ്റ്റേജസും പ്രോസസ്സും ഒക്കെ. ഓക്കെ. So explanation. So the above mentioned are the features of experimental research. തന്നിരിക്കുന്ന രണ്ടും experimental researchന്റെ features ആണ്. Observation research is a method of research where researchers observe and record behavior or events without directly intervening or altering the subjects or environment. So തന്നിരിക്കുന്ന ആ ഒരു environment അല്ലെങ്കിൽ ആ ഒരു സബ്ജക്റ്റിനെ എന്താണ് യാതൊരു തരത്തിലുള്ള ഓൾട്ടറേഷൻ നടത്താതെ അല്ലെങ്കിൽ അതിലേക്ക് ഡയറക്റ്റ് ഇടപെടാത്ത രീതിയിലേക്ക് അത് അവർ നോക്കി നിന്ന് ബിഹേവിയറും പ്രോസസ്സും ഒക്കെ നോക്കി മനസ്സിലാക്കുന്ന ആ ഒരു റിസർച്ച് ആണ് ഒബ്സർവേഷൻ റിസർച്ച് എന്ന് പറയുന്നത്. സോ അതിൽ എന്താണ് ഒബ്സർവേഷൻ റിസർച്ച് കൊണ്ട് എന്താ നമ്മൾ ഉദ്ദേശിക്കുന്നത്? ശരിക്കും ഒരു എന്താണ് ഒരു ഈവന്റ് നടക്കുന്നത് അല്ലെങ്കിൽ എന്തായാലും അതിന്റെ ഒരു നാച്ചുറൽ ബിഹേവിയർ, അതിന്റെ നാച്ചുറൽ പാറ്റേൺ അല്ലെങ്കിൽ നാച്ചുറൽ ഔട്ട്കം ഇതൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഒബ്സർവേഷൻ റിസർച്ച് ചെയ്യാറുള്ളത്. സോ അതിന്റെ ഒരു എക്സാമ്പിൾ ആയിട്ട് ആനിമൽ മൈഗ്രേഷൻ പാറ്റേൺസ് പഠിക്കാൻ അല്ലെങ്കിൽ ഷോപ്പർ ഹാബിറ്റ്സ് പഠിക്കാൻ, കസ്റ്റമർ ഹാബിറ്റ്സ് ഒക്കെ പഠിക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും? ഒബ്സർവേഷൻ റിസർച്ച് ആണ് ഉപയോഗിക്കാറുള്ളത്. ഇനി കമ്മിങ് ടു എക്സ്പെരിമെന്റൽ റിസർച്ച്. സോ അവിടെയാണ് എക്സ്പെരിമെന്റൽ റിസർച്ചിലാണ് ഈ മാനിപ്പുലേഷൻ ഒക്കെ കൂടുതലും വർക്ക്ഔട്ട് ആവുക. സോ നമ്മളിപ്പോ ഈ സയൻസിന്റെ ഒക്കെ ലാബ്സ് ഒക്കെ യൂസ് ചെയ്തവർക്കൊക്കെ മനസ്സിലാവും. നമ്മൾ എന്ത് ചെയ്യും? ആദ്യം ഒരു ടെമ്പറേച്ചർ കൊടുത്ത് ചെയ്യും, പിന്നെ ടെമ്പറേച്ചറിൽ വേരിയബിൾ ചെയ്യുമ്പോൾ അതിൽ എന്താണ് മാറ്റം വരുന്നത് നോക്കും. സോ എപ്പോഴും എന്തുണ്ടാവും? ഒരു ഡിപ്പെൻഡന്റ് വേരിയബിളും ഒരു ഇൻഡിപെൻഡന്റ് വേരിയബിൾ ഒക്കെ ഉപയോഗിച്ചിട്ട് അല്ലെങ്കിൽ തന്നിരിക്കുന്ന ആ ഒരു സിസ്റ്റത്തെ അല്ലെങ്കിൽ ആ ഒരു എൻവയോൺമെന്റിനെ നമുക്ക് മാനിപ്പുലേറ്റ് ചെയ്യാനുള്ള പാകത്തിലൊക്കെ നടത്തിയിട്ട് റിസർച്ച് ചെയ്യുക എന്നുള്ളത് അത് എക്സ്പെരിമെന്റൽ റിസർച്ച് എന്നാണ് പറയാറുള്ളത്. ഓക്കെ. So experimental research is a scientific approach to research where one or more independent variables are manipulated and applied to one or more dependent variable to measure their effect on dependent variable. So ഒരു cause and effect relation ഒക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഒന്ന് കൺട്രോൾ ചെയ്യുമ്പോൾ എന്താണ് മറ്റതിന് സംഭവിക്കുന്ന മാറ്റം, ആ ഒരു രീതിയിലൊക്കെയുള്ള പഠനങ്ങൾക്ക് വേണ്ടിയാണ് ഈ ഒരു മാനിപ്പുലേഷൻ ഒക്കെ ഉള്ള എക്സ്പെരിമെന്റൽ റിസർച്ച് നമ്മൾ യൂസ് ചെയ്യാറുള്ളത്. So experimental research method is widely used in physical and social sciences, psychology and education. ഒരു ഫീൽഡിലൊക്കെയാണ് എക്സ്പെരിമെന്റൽ റിസർച്ച് യൂസ് ചെയ്യാറുള്ളത്. ഒബ്വിയസ്ലി ഫിസിക്കൽ സയൻസിലൊക്കെയാണ് കൂടുതലായിട്ടും കാണാറുള്ളത്. ഓക്കെ, ആ ഒരു ക്വസ്റ്റ്യൻ ക്ലിയർ ആയല്ലോ. അപ്പൊ നിങ്ങൾ ആ ഒരു ക്വസ്റ്റ്യന്റെ എക്സ്പ്ലനേഷൻ വഴി രണ്ട് റിസർച്ച് പഠിച്ചിട്ടോ. ഒബ്സർവേഷൻ റിസർച്ച് എങ്ങനെയാണെന്ന് പഠിച്ചു, എക്സ്പെരിമെന്റൽ റിസർച്ച് എങ്ങനെയാണെന്ന് പഠിച്ചു. ആ രണ്ട് റിസർച്ചൊന്നും എന്താണ് എനിക്ക് പലതവണയായിട്ട് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. നമുക്ക് അതിലേക്ക് വരാം. ഇതാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. When the researchers sex affect the behavior of a participant in a study, it refers to. സോ നിങ്ങളൊന്ന് ടേം ഒക്കെ വെച്ചിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ? ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്യും. തെറ്റിയാലൊന്നും യാതൊരു തരത്തിലുള്ള പ്രശ്നവുമില്ല. അറ്റ്ലീസ്റ്റ് നിങ്ങൾക്ക് എന്താ പറയാ, അറിയാത്ത ക്വസ്റ്റ്യൻ ഒക്കെ അപ്രോച്ച് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് മനസ്സിലാക്കാം. ഹാർഡ്ലി 20 days to exam. ഓക്കെ. ഓക്കെ. സോ ഒബ്വിയസ്ലി ദ കറക്റ്റ് ആൻസർ ഇസ് ബയോ സോഷ്യൽ എഫക്റ്റ് എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ വരുന്നത്. സോ ഒരു റിസർച്ചേഴ്സിന്റെ എക്സ്പ്ലനേഷനിലേക്ക് വരാം. So the biosocial effect refers to the influence of a biological and social factors. So ഇവിടെ സെക്സ് എന്നുള്ളത് ഒരു ബയോളജിക്കൽ ഫാക്ടർ ആയതുകൊണ്ട് തന്നെ അതുകൊണ്ടുണ്ടാകുന്ന ആ ഒരു ഇൻഫ്ലുവൻസ് എഫക്റ്റ് നമ്മൾ ബയോസോഷ്യൽ എഫക്റ്റ് എന്നുള്ള ആ ഒരു ടെർമിനോളജിന്റെ അണ്ടറിലാണ് വരാറുള്ളത്. സോ ദ ബയോസോഷ്യൽ എഫക്ട് റെഫേഴ്സ് ടു ദ ഇൻഫ്ലുവൻസ് ഓഫ് ബയോളജിക്കൽ ആൻഡ് സോഷ്യൽ ഫാക്ടേഴ്സ് സച്ച് ആസ് ജെൻഡർ ഓർ സെക്സ് ഓൺ ദ ബിഹേവിയർ ഓർ റെസ്പോൺസസ് ഓഫ് ഇൻഡിവിജ്വൽസ് ഇൻ റിസർച്ച് സ്റ്റഡി. സോ ഇതാണ് ബയോസോഷ്യൽ എഫക്റ്റ് എന്നുള്ളത്. സോ തന്നിരിക്കുന്ന ബാക്കിയുള്ള ഓപ്ഷൻസിലേക്ക് വരികയാണെങ്കിൽ എന്താണ് സൈക്കോളജിക്കൽ എഫക്റ്റ്, അതിന്റെ അണ്ടറിൽ എന്തൊക്കെ വരും, അല്ലെങ്കിൽ എന്താണ് സൈക്കോസോഷ്യൽ എഫക്റ്റ് എന്നൊക്കെ നമുക്ക് നോക്കാം. സോ സൈക്കോസോഷ്യൽ എഫക്റ്റിൽ കൂടുതലും വരിക ഒരു ഇൻഡിവിജ്വലിന്റെ ബിഹേവിയർ അല്ലെങ്കിൽ ആറ്റിറ്റ്യൂഡ്, നമ്മൾ വളർന്ന ആ ഒരു എൻവയോൺമെന്റ്, ഇതൊക്കെ നമ്മുടെ ആ ഒരു റിസർച്ച്
പാർട്ടിസിപ്പേഷനിൽ ഇൻഫ്ലുവൻസ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ അതിന് പറയുന്നതാണ് സൈക്കോ സോഷ്യൽ എഫക്റ്റ് എന്നുള്ളത്. ഓക്കെ, സോ സൈക്കോ സോഷ്യൽ എഫക്ട് റെഫേഴ്സ് ടു കമ്പൈൻഡ് ഇൻഫ്ലുവൻസ് ഓഫ് സൈക്കോളജിക്കൽ ആൻഡ് സോഷ്യൽ ഫാക്ടേഴ്സ് ഓൺ ആൻ ഇൻഡിവിജ്വൽസ് ബിഹേവിയർ, ആറ്റിറ്റ്യൂഡ്സ് ആൻഡ് വെൽബീങ്. സോ നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം, എന്താണ് ഒരു റിസർച്ച് പാർട്ടിസിപ്പന്റിന്റെ ആറ്റിറ്റ്യൂഡ് അദ്ദേഹത്തിന്റെ ആ ഒരു റിസർച്ചിലേക്ക് ഇൻഫ്ലുവൻസ് ചെയ്യുകയാണെങ്കിൽ അത് ഏത് ആണ് വരിക എന്ന് ചോദിച്ചാൽ അത് സൈക്കോ സോഷ്യൽ എഫക്റ്റ് ആണ്. ഓക്കെ, ഒരാളുടെ ബിഹേവിയർ ഇത് ഏത് ഇൻഫ്ലുവൻസ് ചെയ്യുകയാണെങ്കിൽ അതെന്താണെന്ന് വെച്ചാൽ അതും സൈക്കോ സോഷ്യൽ എഫക്റ്റ് ആണ്. സോ ഈ ഒരു പാറ്റേണിൽ എന്റെ ചോദിച്ചിട്ടുണ്ട്. ഇനി സൈക്കോളജിക്കൽ എഫക്റ്റിലേക്ക് വരികയാണെങ്കിൽ സൈക്കോളജിക്കൽ എഫക്ട് റെഫേഴ്സ് ടു ദ ഇമ്പാക്ട് ഓഫ് സൈക്കോളജിക്കൽ ഫാക്ടേഴ്സ്. ആ ടേം പോലെ തന്നെ സൈക്കോളജിക്കൽ ഫാക്ടേഴ്സ് ഉണ്ടാവുന്ന ഒരു റിസർച്ചിന് ഉണ്ടാവുന്ന ഇൻഫ്ലുവൻസ്. സോ ആസ് ആൻ ഇൻഡിവിജ്വൽസ് ബിഹേവിയർ ഓർ മെന്റൽ സ്റ്റേറ്റ്. This can include cognitive processes, emotional responses, perception, memory. ഇതൊക്കെയാണ് എന്തിൽ വരുന്നത്? സൈക്കോളജിക്കൽ എഫക്റ്റിൽ വരുന്നത്. സോ എൻവയോൺമെന്റൽ എഫക്ട് മീൻസ് എൻവയോൺമെന്റൽ എഫക്ട് റെഫേഴ്സ് ടു ദ ഇമ്പാക്ട് ഓഫ് ഫിസിക്കൽ ഓർ എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് ഇൻ ദ എൻവയോൺമെന്റ് ഓൺ ആൻ ഇൻഡിവിജ്വൽസ് ബിഹേവിയർ ഓർ വെൽബീയിങ്. ദിസ് ക്യാൻ ഇൻക്ലൂഡ് ഫാക്ടേഴ്സ് സച്ച് ആസ് നോയ്സ്, ലൈറ്റ്നിങ്, ടെമ്പറേച്ചർ. ആ ഒരു എൻവയോൺമെന്റ് റിലേറ്റഡ് ഫാക്ടേഴ്സ് ഒക്കെ ആ ഒരു റിസർച്ചിനെ ഏതെങ്കിലുമൊക്കെ തരത്തിൽ ഇൻഫ്ലുവൻസ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ അതിനെ എൻവയോൺമെന്റൽ എഫക്ട് എന്നുള്ള രീതിയിലാണ് പറയുക. സോ ബയോളജിക്കൽ സോഷ്യൽ ഫാക്ടേഴ്സ് ഒക്കെ റിസർച്ച് പാർട്ടിസിപ്പൻസിന്റെ ഏതെങ്കിലുമൊക്കെ ഒരു തരത്തിൽ ആ റിസർച്ചിലേക്ക് അതിന്റെ ഒരു ഇൻഫ്ലുവൻസ് വരികയാണെങ്കിൽ വി കോൾ ഇറ്റ് ആസ് ബയോ സോഷ്യൽ എഫക്ട്. പിന്നെ ഒരു സൈക്കോളജിക്കൽ അല്ലെങ്കിൽ സോഷ്യൽ ഫാക്ടേഴ്സിന്റെ ഒക്കെ ഒരു കോമ്പിനേഷൻ ആ ഒരു റിസർച്ച് പാർട്ടിസിപ്പൻസിനെ ഇൻഫ്ലുവൻസ് ചെയ്യിക്കുകയാണെങ്കിൽ വി കോൾ ഇറ്റ് ആസ് സൈക്കോ സോഷ്യൽ എഫക്ട്. ആൻഡ് സൈക്കോളജിക്കൽ ഫാക്ടേഴ്സ് ലൈക്ക് ഇമോഷണൽ പ്രോസസ്സ്, കോഗ്നിറ്റീവ് പ്രോസസ്സ്, പെർസെപ്ഷൻസ്, മെമ്മറീസ്, ഇതൊക്കെ ഒരു റിസർച്ച് പാർട്ടിസിപ്പന്റിന്റെ ഏതെങ്കിലും ഒരു റിസർച്ച് പാർട്ടിസിപ്പേഷനിലേക്ക് ഇൻഫ്ലുവൻസ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ അതിനെ സൈക്കോളജിക്കൽ എഫക്ട് എന്ന് പറയുന്നു. ഓക്കെ, given below are two statements. The assertion recent type question ആണ് ട്ടോ. So 2023 June വന്ന question ആണ്. One is labeled as assertion and other is labeled as reason. So assertion ഇതാണ്, experimental research allows you to eliminate the influence of many extraneous factors. And the reason ആയിട്ട് പറയുന്നത് in experiment. Someone is In experimental research, variables are actively manipulated and environment is as controlled as possible. So in the light of the above statements, choose the correct answer from the options given below. So both A and R are true and R is the correct explanation of A. Both A and R are true, but R is not the correct explanation of A. A is true, R is false, A is false, R is true. ഏതാണ് ഇതിന്റെ കറക്റ്റ് ആൻസർ വരുന്നത്? നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതിന്റെ ഒരു ക്വസ്റ്റ്യന്റെ എക്സ്പ്ലനേഷൻ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്ന ഒരു ഭാഗമാണിത്, എക്സ്പെരിമെന്റൽ റിസർച്ച്. സോ എവരിബഡി പ്ലീസ് റെസ്പോണ്ട്. ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. ഓക്കെ, ഇതിന്റെ കറക്റ്റ് ആൻസർ വരുന്നത് ഇതാണ് കേട്ടോ. ബോത്ത് എ ആൻഡ് ആർ ആർ ട്രൂ ആൻഡ് ആർ ഇസ് ദ കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് എ എന്നുള്ളതാണ്. അഥവാ ഓപ്ഷൻ എ ആണ് ഇതിന്റെ കറക്റ്റ് ആൻസർ വരുന്നത്. സോ നമ്മൾ നേരത്തെ പറഞ്ഞു എക്സ്പെരിമെന്റൽ റിസർച്ചിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ ഒരു എൻവയോൺമെന്റിനെ നമുക്ക് എന്താണ് എത്രത്തോളം കൺട്രോൾ ചെയ്യാൻ പറ്റുമോ അത്രത്തോളം കൺട്രോൾ ചെയ്യാൻ മാനിപ്പുലേറ്റ് ചെയ്യാനും പറ്റും. സോ ഈ കൺട്രോളിങ്ങും മാനിപ്പുലേഷനും ഒക്കെ അവിടെ നടക്കുമ്പോൾ എക്സ്ട്രേനിയസ് ഫാക്ടേഴ്സിന്റെ ഇൻഫ്ലുവൻസ് ഒക്കെ നമുക്ക് എന്താക്കാം, ഒഴിവാക്കാനും പറ്റും. സോ അതെന്താണ്, രണ്ടും സ്റ്റേറ്റ്മെന്റ് രണ്ടും ട്രൂ ആണ്, രണ്ടും പരസ്പരം ആ ഒരു എന്താണ് ആ ഒരു കണക്ഷനും ഉണ്ട്. ഓക്കെ, which aspect of the researcher may cause psychosocial effect in the participant of a study? Which aspect of the researcher may cause psychosocial effect in the participants of a study? And option A age, B race, C sex, D attitude. ഏത് വരും? Okay. Correct answer?
ഈസ് ഓപ്ഷൻ ഡി ആറ്റിറ്റ്യൂഡ്. ആറ്റിറ്റ്യൂഡ് ആകുമ്പോഴാണ് സൈക്കോ സോഷ്യൽ എഫക്റ്റ് നമ്മൾ പറഞ്ഞു. സെക്സ് ആകുമ്പോൾ അത് ബയോ സോഷ്യൽ എഫക്റ്റ് ആയി മാറി. ഓക്കെ, ഏജും ബയോ സോഷ്യൽ എഫക്റ്റിന്റെ അണ്ടറിൽ തന്നെ ആയിരിക്കും വരും. Next question. Which among the following is not a characteristics of the closed-ended questions in survey research? സോ ക്ലോസ്ഡ് എൻഡ് ക്വസ്റ്റ്യൻസ് അറിയില്ലേ, നമ്മൾ ഈ ഒരു മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ പോലെ, അല്ലെങ്കിൽ യെസ് ഓർ നോ എന്നുള്ളൊരു ഓപ്ഷൻ നമുക്ക് കൊടുക്കാൻ പറ്റും. അല്ലെങ്കിൽ നമ്മളിപ്പോൾ കൂടുതലും കാണുന്ന ഓൺലൈൻ സർവേയിലൊക്കെ കാണാറില്ലേ, സ്ട്രോങ്ലി അഗ്രി, സ്ട്രോങ്ലി ഡിസഗ്രി, ആ ഒരു ടൈപ്പിലൊക്കെ വരുന്ന ക്വസ്റ്റ്യൻസിനാണ് നമ്മൾ ക്ലോസ്ഡ് എൻഡഡ് ക്വസ്റ്റ്യൻസ് പറയാറുള്ളത്. പൊതുവെ ഈ ഒരു റിസർച്ച് സർവേയിലൊക്കെ നമ്മൾ കാണുന്ന ആ ഒരു ക്വസ്റ്റ്യൻ പാറ്റേൺ. സോ അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് അല്ലാത്തതാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. നോട്ട് ഉണ്ട് അവിടെ. Which among the following is not a characteristic of closed-ended questions in survey research? So, 4 options തന്നിട്ടുണ്ട്. They allow unusual response that the survey researcher may not have contemplated. They are easy for interviewers and or respondents to complete. They reduce the possibility of variability in the recording of answers. There is loss of spontaneity in respondents' answers. ഏതാ കറക്റ്റ് ആൻസർ വരിക? നമ്മുടെ മിനിമം ലോജിക് ഉപയോഗിച്ചാൽ മതി ആൻസറിലേക്ക് എത്താം. ഓക്കെ, വെരി ഗുഡ്. എല്ലാവരും പറഞ്ഞതുപോലെ തന്നെ എ ആണ് അതിന്റെ ആൻസർ എന്നുള്ളത്. സോ ക്ലോസ്ഡ് എൻഡഡ് ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് തന്നെ നമുക്ക് ആ തന്നിരിക്കുന്ന ചോയ്സിലുള്ള ആൻസേഴ്സ് മാത്രമല്ല അതിന് കൊടുക്കാൻ പറ്റുള്ളൂ. ഇപ്പൊ ഒരു യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ആണെങ്കിൽ ഒന്നുകിൽ യെസ് കൊടുക്കാം, അല്ലെങ്കിൽ നോ കൊടുക്കാം, അല്ലെങ്കിൽ ആ മറ്റേ സ്ട്രോങ്ലി ഡിസഗ്രി, എഗ്രി ആ ഒരു ടൈപ്പ് ആണെങ്കിൽ തന്നിരിക്കുന്ന 4 ഓപ്ഷൻസിൽ നിന്ന് ഒന്ന് പിക്ക് ചെയ്യാം. അത് നമുക്കുള്ള ഒരു ഓപ്ഷൻ ഉള്ളു അവിടെ, റെസ്പോണ്ടൻസിനുള്ള ഒരു ഓപ്ഷൻ. സോ അവിടെ ഒരിക്കലും എന്തുണ്ടാവുന്നില്ല, ഒരു അൺയൂഷ്വൽ റെസ്പോൺസ് ഒരിക്കലും അത് ക്രിയേറ്റ് ചെയ്യൂല. സോ ഈ ഒരു അൺയൂഷ്വൽ റെസ്പോൺസ് ക്ലോസ്ഡ് എൻഡ് ക്വസ്റ്റ്യൻ ചോദിച്ചാൽ ഒരിക്കലും അത് ക്രിയേറ്റ് ചെയ്യപ്പെടില്ല. സോ അത് നല്ലത് എന്താണ്, ക്ലോസ്ഡ് എൻഡ് ക്വസ്റ്റ്യന്റെ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് അല്ല. അതുകൊണ്ട് തന്നെ ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ വരിക. സോ ബാക്കിയുള്ള ഫീച്ചേഴ്സിലേക്ക് വരികയാണെങ്കിൽ ഒബ്വിയസ്ലി എന്താണ്, ഇന്റർവ്യൂവർക്ക് ഭയങ്കര ഈസിയാണ് ക്വസ്റ്റ്യൻ ചോദിക്കാനും ആ റെസ്പോൺസ് കളക്ട് ചെയ്യാനൊക്കെ ഭയങ്കര ഈസിയാണ്, യെസ് ഓർ നോ ആ രീതിയിലാണെങ്കിൽ. പിന്നെ എന്താ ചെയ്യാം, വേരിയബിലിറ്റി, ആൻസേഴ്സിന്റെ ഇടയിൽ ഭയങ്കരമായിട്ട് സബ്ജക്ടിവിറ്റി ഒന്നും കടന്നു വരാത്തത് കൊണ്ട് തന്നെ വേരിയബിലിറ്റി ഒന്നും അധികം കടന്നു വരില്ല. പിന്നെ there is loss of spontaneity. Spontaneity means ആ ഒരു സ്പോണ്ടേനിയസ് ആയിട്ട് ആൻസർ കൊടുക്കാന്നുള്ള രീതിയിലൊക്കെയാണ്, കണ്ടിന്യൂസ് ആയിട്ട് സ്പീഡ് ആയിട്ടൊക്കെ. അതെന്താവില്ല ഒരിക്കലും ഒരു ക്ലോസ്ഡ് എൻഡഡ് ക്വസ്റ്റ്യൻസിന്റെ കേസിൽ അതൊരിക്കലും ആ ഒരു സ്പോണ്ടേനിറ്റി നഷ്ടപ്പെട്ടു പോകില്ല. അപ്പൊ അത് നഷ്ടപ്പെടുകയാണെങ്കിൽ അത് ഓപ്പൺ എൻഡഡ് ക്വസ്റ്റ്യൻസിന്റെ കേസിലൊക്കെ ആയിരിക്കും പോകാറുള്ളത്. ഓക്കെ, സോ ലെറ്റ്സ് മൂവ് ടു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഐഡന്റിഫൈ ദ അഡ്വാൻറ്റേജസ് ഓഫ് ഓപ്പൺ എൻഡഡ് ക്വസ്റ്റ്യൻസ് ഇൻ സർവേ റിസർച്ച്. സോ നമ്മൾ നേരത്തെ എന്താണ് ക്ലോസ് എൻഡഡ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞല്ലോ. സോ അതല്ലാത്ത രീതിയിൽ അല്ലെങ്കിൽ ഒരു സബ്ജക്റ്റീവ് ഇന്റർപ്രിറ്റേഷനും ഒരു സബ്ജക്റ്റീവ് അനാലിസിസ് ഒക്കെ നമുക്ക് കൊടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസിനൊക്കെയാണ് നമ്മൾ ഓപ്പൺ എൻഡഡ് ക്വസ്റ്റ്യൻസ് എന്ന് പറയാം. സോ ഓപ്പൺ എൻഡഡ് ക്വസ്റ്റ്യന്റെ അഡ്വാൻറ്റേജ് ആണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. 3 ഓപ്ഷൻസ് നമുക്ക് തന്നിട്ടുണ്ട്. റെസ്പോണ്ടൻസ് ക്യാൻ ആൻസർ ഇൻ ദെയർ ഓൺ ടേംസ്. ദേ ക്യാൻ ബി ക്വിക്ലി അഡ്മിനിസ്റ്റേർഡ് ബൈ ദ ഇന്റർവ്യൂവേഴ്സ്. They allow unusual responses to be derived. So, ഇതൊക്കെ ഭയങ്കര ഈസി ക്വസ്റ്റ്യൻ ആണ്. Everybody please do try. Okay. ഇതിന്റെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് എ ആൻഡ് സി ഉള്ളിയാണ് കേട്ടോ. ഇതിന്റെ അഡ്വാൻറ്റേജ് എന്നായിരിക്കും നിങ്ങൾ അതൊരു ഫീച്ചേഴ്സ് കൺസിഡർ ചെയ്താൽ മതി ക്വസ്റ്റ്യൻ. അതാണ് കൺഫ്യൂഷൻ വന്നെന്ന് തോന്നുന്നു. എനിവേ എന്താണ് ഓപ്പൺ എൻഡഡ് ക്വസ്റ്റ്യൻ ആണെങ്കിൽ ഇപ്പൊ നിങ്ങൾ തന്നെ ആലോചിക്കുക, നിങ്ങളോടാണ് ഈ ഒരു രീതിയിൽ ക്വസ്റ്റ്യൻ വരികയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങളുടേതായ ഭാഷയിൽ നിങ്ങൾക്ക് അതിനെ ആൻസർ ചെയ്യാൻ പറ്റും എന്നുള്ള രീതിയിൽ. ഓക്കെ, റെസ്പോണ്ടൻസ് ക്യാൻ ആൻസർ ഇൻ ദെയർ ഓൺ ടേംസ്. സി നോക്ക്, ഒരു ക്ലോസ്ഡ് എൻഡഡ് ക്വസ്റ്റ്യൻ ചോദിച്ച് അതിൽ നിന്നൊരു യെസ് ഓർ നോ എന്നുള്ള ആ ഒരു ടൈപ്പിൽ നിന്ന് നമുക്ക് ഒരു ആൻസർ അല്ലെങ്കിൽ അത് അഡ്മിനിസ്റ്റർ ചെയ്യുന്ന പോലെ അല്ലെങ്കിൽ അത് കളക്ട് ചെയ്യുന്ന പോലെ അത്രത്തോളം ഈസി ആയിട്ടോ ക്വിക്ക് ആയിട്ടോ ഒരു സബ്ജക്റ്റീവ് ആൻസേഴ്സ് ഒക്കെ നമുക്ക് ചെയ്യാൻ പറ്റുമോ? ഒരിക്കലും ഇല്ല. ഒരു ഇന്റർവ്യൂ എടുക്കുന്ന ഒരു സർവേ എടുക്കുന്ന ഒരാൾ മനസ്സിൽ ഊഹിച്ചു നോക്കിയപ്പോൾ അയാൾ ഒരു മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ പോലെ ചോദിക്കുന്നതും
അല്ലാത്ത രീതിയിലുള്ള ചോദ്യം ചോദിക്കുന്നു, രണ്ടിലും എന്തുണ്ടാവും, മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ അയാൾക്ക് പെട്ടെന്ന് അഡ്മിനിസ്റ്റർ ചെയ്യാനും കളക്ട് ചെയ്യാനും എന്താക്കാം എല്ലാത്തിനും പറ്റും. പക്ഷെ ആ ഒരു സബ്ജക്റ്റീവ് രീതിയിൽ ആൻസർ വരുന്ന ക്വസ്റ്റ്യൻസിന് അതിന് അതിൻ്റെതായ ഒരു ടൈമും അതിൻ്റെതായ ഒരു എന്താ പറയാ ഒരു റിസ്ക് ഒക്കെ അതിലുണ്ടാവും. ക്ലിയർ അല്ലേ, നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലേ? പിന്നെ ദേ അലോ അൺയൂഷ്വൽ റെസ്പോൺസസ് ടു ബി ഡിറൈവ്ഡ്, അത് കറക്റ്റ് ആണ്. അൺയൂഷ്വൽ റെസ്പോൺസസ് അതിലേക്ക് വന്നേക്കാം ഒരു ഓപ്പൺ എൻഡ് ക്വസ്റ്റ്യൻ ആകുമ്പോൾ. ഓക്കെ, നേരത്തെ എവിടെയോ ഡൗട്ട് വന്നു പോയെന്ന് തോന്നുന്നില്ലേ, സാരല്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. Arrange the following steps pertaining to quantitative research in correct order. Data analysis, hypothesis, process data, findings, research design. Correct order. Answer is option B. സോ ആദ്യം ഹൈപ്പോത്തിസിസ് സെറ്റ് ചെയ്യണം. സോ ഹൈപ്പോത്തിസിസ് ശേഷം റിസർച്ച് ഡിസൈൻ എന്നുള്ളത് നമ്മൾ എങ്ങനെയാണ് ഈ റിസർച്ച് കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്നത്, ലൈക്ക് ഏത് മെത്തേഡ് ഉപയോഗിച്ചാണ് നമ്മൾ ഡാറ്റ കളക്ട് ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്, ആ ഒരു രീതിയിലുള്ള ആ ഒരു എന്താണ് ആ ഒരു മുന്നൊരുക്കങ്ങളൊക്കെ പ്രതിപാദിക്കുന്നതാണ് റിസർച്ച് ഡിസൈൻ എന്ന് പറയുന്നത്. സോ ആദ്യം ഹൈപ്പോത്തിസിസ് ഉണ്ടാവുക, പിന്നെ റിസർച്ച് ഡിസൈൻ ഉണ്ടാവുക, അത് കഴിഞ്ഞാൽ ഡാറ്റ കളക്ഷൻ ആണ്. ഡാറ്റ കളക്ഷൻ എന്നുള്ളത് നമുക്ക് ഓപ്ഷനിലില്ല. പിന്നെ ഡാറ്റ പ്രോസസ്സിംഗ്, ഡാറ്റ അനാലിസിസ്, പിന്നെ ഫൈൻഡിങ്സ്, ഈ ഒരു രീതിയിലാണ് അത് വരിക. സോ കറക്റ്റ് ആൻസർ ഈസ് BECAD. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. The reference section of a research article is written in APA style. Arrange the information pertaining to a reference in the correct order. സോ ഒരു APA സ്റ്റൈലിൽ എങ്ങനെയാണ് റെഫറൻസ് കൊടുക്കുക എന്നുള്ളത് അറിയുമെന്നാണ് ചോദിക്കുന്നത് ബേസിക്കലി. സോ തന്നിരിക്കുന്നത് APA സ്റ്റൈലിൽ വരുവാണെങ്കിൽ ഏത് ഓർഡറിൽ വരും? പേജ് നമ്പർ, ഇയർ ഓഫ് പബ്ലിക്കേഷൻ, നെയിം ഓഫ് ഓതർ, ടൈറ്റിൽ ഓഫ് ദ ആർട്ടിക്കിൾ. സോ യു ക്യാൻ ആൻസർ. കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ഡി. സോ ഒരു APA സ്റ്റൈൽ വരുമ്പോൾ ആദ്യം ആ ഒരു നെയിം ഓഫ് ദ ഓതർ, ഇപ്പൊ ബുക്കിന്റെ ഒക്കെ കേസ് ആണെങ്കിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ആ ഒരു സെക്കൻഡ് നെയിം ഫസ്റ്റ് നെയിം ആക്കി വെക്കുക, ഫസ്റ്റ് നെയിമിന്റെ ആ ഒരു ഇനീഷ്യൽ എഴുതുക, അത് കഴിഞ്ഞാൽ പിന്നെ ബ്രാക്കറ്റിൽ ഇയർ ഓഫ് പബ്ലിക്കേഷൻ ഉണ്ടാവും, അത് കഴിഞ്ഞ് ഇറ്റാലിക്സിൽ എന്തുണ്ടാവും, ആ ഒരു ബുക്കിന്റെ ടൈറ്റിൽ ഉണ്ടാവും, പിന്നീട് അങ്ങോട്ട് ആണ് ബാക്കി കാര്യങ്ങളൊക്കെ ഉണ്ടാവുക, പബ്ലിഷർ, പബ്ലിഷിംഗ് സ്റ്റേജിലൊക്കെ ഉണ്ടാവുക. ഓക്കെ, അതാണ് ഒരു APA സ്റ്റൈലിന്റെ ആ ഒരു മോഡൽ എന്നുള്ളത്. ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കണം കേട്ടോ, APA സ്റ്റൈലിൽ എങ്ങനെ റെഫറൻസ് ചെയ്യാനും MLS സ്റ്റൈലിലൊക്കെ എങ്ങനെയാണ് റെഫറൻസിങ് നടത്തുക എന്നുള്ളതും. സോ ഇതാണ് APA സ്റ്റൈലിന്റെ ഒരു മോഡൽ എന്നുള്ളത്. സോ ആ ഒരു ഓത്തറിന്റെ ലാസ്റ്റ് നെയിം ആദ്യം വരും ബുക്കിന്റെ കേസിൽ, പിന്നെ ഫസ്റ്റ് നെയിമിന്റെ ആ ഒരു ഇനീഷ്യൽ വരും, പിന്നെ ബ്രാക്കറ്റിൽ ഇയർ ഓഫ് പബ്ലിക്കേഷൻ, പിന്നെ ആ വർക്ക് ടൈറ്റിൽ ഇറ്റാലിക്സിൽ എഴുതും, പബ്ലിഷ്ഡ് സിറ്റി, അത് ഏത് സ്റ്റേറ്റിലാണ് എഴുതും, പബ്ലിഷർ എഴുതും. സോ പിന്നെ ഇത് ആർട്ടിക്കിൾസിന്റെ ഒക്കെ കേസിലാണെങ്കിൽ ഇതിന്റെ ലാസ്റ്റ് ആയിട്ട് പേജ് നമ്പറും DIO ഒക്കെ ഉണ്ടെങ്കിൽ അതും ഇൻക്ലൂഡ് ചെയ്യപ്പെടും. So scientific research is data driven, replicable, verifiable, subjective. സയന്റിഫിക് റിസർച്ച് ഇതൊക്കെ ഭയങ്കര എന്താ പറയാ, ഒന്നാ ടേംസ് ഒക്കെ വെച്ചൊന്ന് കണക്ട് ചെയ്യാൻ നോക്കട്ടോ, എല്ലാവർക്കും ആൻസർ ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ ആണ്.
നമുക്ക് ഓപ്ഷനിൽ സബ്ജക്റ്റീവ് എന്നൊക്കെ കണ്ടാൽ സയൻസും സബ്ജക്ടിവിറ്റിയും എന്താ പറയാ വിരുദ്ധ ഘടകങ്ങളാണെന്ന് പറയാം. ഓക്കെ, സോ സയന്റിഫിക് റിസർച്ച് ഒരിക്കലും സബ്ജക്റ്റീവ് ആവില്ല, അത് ഒബ്ജക്റ്റീവേ ആവുള്ളൂ. ലൈക്ക് ഇപ്പം എന്താണ് ഒരു സയന്റിഫിക് റിസർച്ച് സെറ്റിംഗ്സിൽ ഒരു എന്താ പറയാ ഗ്രാവിറ്റേഷൻ തിയറിന്റെ വാല്യൂ കാണാൻ പോയാലോ അല്ലെങ്കിൽ അത് ആ ഒരു രീതിയിലെ പാർട്സിലോ എന്താ പറയാ പ്രൂവ് ചെയ്യാൻ പോയാലും എല്ലാവർക്കും കിട്ടുന്ന വാല്യൂ സെയിം തന്നെ ആയിരിക്കും, ഏകദേശം ആ ഒരു റേഞ്ച് തന്നെ ആയിരിക്കും. അവിടെ ഒരിക്കലും അയാളുടെ സബ്ജക്ടിവിറ്റിയോ അല്ലെങ്കിൽ അയാളുടെ ആ ഒരു എലമെന്റ്സ് ഒന്നും സയന്റിഫിക് റിസർച്ചിലേക്ക് അധികം കടന്നു വരില്ല. സയന്റിഫിക് റിസർച്ച് മോസ്റ്റ്ലി ഒബ്ജക്റ്റീവ് ആണ് ഉണ്ടാവാറുള്ളത്. സോ ആ ഒരു ഓപ്ഷൻ തന്നെ എലിമിനേറ്റ് ചെയ്താൽ എന്തായി, ഡയറക്റ്റ് നമുക്ക് ആൻസർ കിട്ടി. അത്രയും ബേസിക് ആയിട്ടുള്ള ആ ഒരു കാര്യം മാത്രമേ അറിയണ്ടു. ബാക്കി അത് ഡാറ്റ ഡ്രീവൻ ആണോ, റിപ്ലിക്കബിൾ ആണോ, വെരിഫയബിൾ ആണോ എന്നൊക്കെ അതെന്താണ് ഓക്കെ മനസ്സിലായി, ടേമൊക്കെ മനസ്സിലായില്ലേ. സയന്റിഫിക് റിസർച്ച് അത് ഒബ്വിയസ്ലി ഡാറ്റ ഡ്രൈവൻ, കൂടുതലും അവിടെ എന്തുണ്ടാവുക ക്വാണ്ടിറ്റേറ്റീവ് എന്താണ് റിസർച്ച് നമ്മൾ അതിന് കൂടുതലായിട്ടും പറയാം. റെപ്ലിക്കബിൾ മീൻസ് അത് ഏതൊരു കണ്ടീഷനിൽ പോലും അതിനെ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് നമുക്ക് ആ ഒരു വാല്യൂ കിട്ടും. ആര് ചെയ്താലും ആ ഒരു വാല്യൂ എന്നുള്ളത് അത് തന്നെയായിരിക്കും റിപ്പീറ്റ് ആയിട്ട് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കും. വെരിഫയബിൾ എന്നുള്ളത് വെരിഫൈ ചെയ്യാനും പറ്റും എന്നുള്ളത്. സോ സബ്ജക്റ്റീവ് എന്നുള്ളതാണ് അതിലല്ലാത്തത്. സോ അത് എലിമിനേറ്റ് ചെയ്യാം. The sampling method used when the population is difficult to find or access. Chunk sampling, stratified sampling, snowball sampling, cluster sampling. സോ നമുക്കൊരു പർട്ടിക്കുലർ പോപ്പുലേഷനെ കണ്ടെത്താനോ അല്ലെങ്കിൽ ആ പോപ്പുലേഷനെ ആക്സസ് ചെയ്യാനൊക്കെ നമുക്കൊരു പ്രയാസം ഉണ്ടെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന സാമ്പിളിംഗ് മെത്തേഡ് ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. സോ സാമ്പിളിംഗ് മെത്തേഡിന്റെ 4 ടൈപ്സ് ഓഫ് സാമ്പിളിംഗ് മെത്തേഡ് ആണ് നിങ്ങൾക്ക് അവിടെ തന്നിരിക്കുന്ന ഓപ്ഷൻ. ചങ്ക് സാമ്പിളിംഗ്, സ്ട്രാറ്റിഫൈഡ് സാമ്പിളിംഗ്, സ്നോബോൾ സാമ്പിളിംഗ്, ക്ലസ്റ്റർ സാമ്പിളിംഗ്. So the correct answer is option C, snowball sampling ആട്ടോ. ക്ലസ്റ്റർ സാമ്പിളിംഗ് അല്ല. സ്നോബോൾ സാമ്പിളിംഗിലാണ് നമുക്കൊരു പോപ്പുലേഷന് എന്താണ് ആ ഒരു റിസർച്ച് നടത്താൻ ആവശ്യമായിട്ടുള്ള ആ ഒരു പോപ്പുലേഷൻ അല്ലെങ്കിൽ സാമ്പിളൊക്കെ നമുക്ക് കണ്ടെത്താൻ ഡിഫിക്കൽട്ട് ആണെങ്കിൽ അല്ലെങ്കിൽ അവിടത്തേക്കുള്ള ആക്സസിബിലിറ്റി ഒക്കെ കുറവാണെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന സാമ്പിളിംഗ് മെത്തേഡ് എന്നുള്ളത് സ്നോബോൾ സാമ്പിളിംഗ് ആണ്. സോ ലെറ്റ്സ് കം ടു ദ എക്സ്പ്ലനേഷൻ പാർട്ട്. സോ ബേസിക്കലി സാമ്പിളിംഗ് എന്നുള്ളത് പ്രോബബിലിറ്റി സാമ്പിളിംഗ്, നോൺ പ്രോബബിലിറ്റി സാമ്പിളിംഗ് എന്നുള്ള 2 രീതിയിലൊക്കെ തരംതിരിച്ചിട്ടുണ്ട്. അതൊക്കെ നിങ്ങൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ടാവും. ഇനി സ്നോബോൾ സാമ്പിളിംഗിലേക്ക് വരികയാണെങ്കിൽ this method of sampling is often to reach population which is difficult to find out. So if the population is hard to access, snowball sampling can be used to recruit participants via other participants. So ഒരു പാർട്ടിസിപ്പന്റ് ഉണ്ടാവും, സോ അയാൾ പോയി അടുത്ത ആളെ കണ്ടെത്തുക, ആ ഒരു രീതിയിലൊക്കെ ഉള്ളതാണെന്ന് ബേസിക് ആയിട്ട് മനസ്സിലാക്കി വെച്ചാൽ മതി. സോ if the population is hard to access, snowball sampling can be used. സോ ചങ്ക് സാമ്പിളിംഗ് അല്ലെങ്കിൽ കൺവീനിയൻസ് സാമ്പിളിംഗ് എന്നുള്ളത് ആ ഒരു പേരിലുണ്ട്, കൺവീനിയൻസ് സാമ്പിളിംഗ് എന്നുള്ളത്. നമുക്ക് ഏറ്റവും അനുയോജ്യമായിട്ട് അല്ലെങ്കിൽ കൺവീനിയന്റ് ആയിട്ട് നമുക്ക് കിട്ടാൻ പറ്റുന്ന സാമ്പിൾസിനൊക്കെ വെച്ചിട്ട് നമ്മൾ പഠനം നടത്തുക, ആ ഒരു സാമ്പിളിംഗ് രീതിയാണ് ചങ്ക് സാമ്പിളിംഗ് അല്ലെങ്കിൽ കൺവീനിയൻസ് സാമ്പിളിംഗ്. ഇറ്റ് മീൻസ് സെലക്ടിങ് സാമ്പിളിംഗ് യൂണിറ്റ്സ് which are conveniently and readily available. നമുക്ക് എപ്പോഴും അവൈലബിലിറ്റി ഉള്ള അല്ലെങ്കിൽ ആക്സസ് ചെയ്യാൻ പറ്റുന്ന സാമ്പിൾസിനെ വെച്ച് നമ്മൾ ഒരു പഠനം നടത്തുകയാണെങ്കിൽ അല്ലെങ്കിൽ ആ ഒരു രീതിയിൽ സാമ്പിളിനെ സെലക്ട് ചെയ്യുകയാണെങ്കിൽ അത് ചങ്ക് സാമ്പിളിംഗ് അല്ലെങ്കിൽ കൺവീനിയൻസ് സാമ്പിളിംഗ് വരും. സോ എ കൺവീനിയൻസ് സാമ്പിൾ സിംപ്ലി ഇൻക്ലൂഡ്സ് ദ ഇൻഡിവിജ്വൽസ് ഹു ഹാപ്പൻ ടു ബി മോസ്റ്റ് ആക്സസിബിൾ. സോ ആ റിസർച്ചർക്ക് ഏറ്റവും കൂടുതൽ ആക്സസിബിലിറ്റി ഉള്ള അല്ലെങ്കിൽ അവൈലബിലിറ്റി ഉള്ള ഒരാൾ അല്ലെങ്കിൽ ഒരു കൂട്ടത്തിനെ വെച്ച് പഠനം നടത്തുക. സോ ദിസ് ആൻ ഈസി ആൻഡ് ഇൻഎക്സ്പെൻസീവ് വേ ടു ഗാദർ initial data, but there is no way to tell if the sample is representative of the population, so it cannot produce generalizable result. So ഇതൊരു ഈസിയും ഇൻഎക്സ്പെൻസീവ് ആയിട്ടുള്ള സാമ്പിളിംഗ് മെത്തേഡ് തന്നെയാണ് ഈ എന്താ പറയുക കൺവീനിയൻസ് സാമ്പിളിംഗ് എന്നുള്ളത്. ഇപ്പൊ ഞാൻ ഒരു റിസർച്ച് നടത്തുകയാണെങ്കിൽ എനിക്ക് ഏറ്റവും ആക്സസിബിൾ ഉള്ള അല്ലെങ്കിൽ എനിക്ക് എത്രയും അവൈലബിലിറ്റി കൂടിയായിട്ടുള്ള ആൾക്കാരെ മാത്രമേ എന്റെ സാമ്പിൾസ് ആയി തിരഞ്ഞെടുത്ത് അവരിൽ പഠനം നടത്തുക എന്നുള്ളത്. പക്ഷെ അത് എന്ത് ചെയ്യാൻ പറ്റില്ല, ലാർജ്ലി അതിലൊരു ജനറലൈസ് ചെയ്ത് റിസൾട്ട് ഒന്നും ക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ല. അല്ലെ എത്രത്തോളം ഒരു വാലിഡിറ്റി ഒക്കെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റും എന്നുള്ളതൊക്കെ കൺഫ്യൂസ്ഡ് ആണ്. ഓക്കെ, അതാണ് ചങ്ക് സാമ്പിളിംഗ് അല്ലെങ്കിൽ കൺവീനിയൻസ് സാമ്പിളിംഗ്. ഇതാണ് ക്ലസ്റ്റർ സാമ്പിളിംഗ്. സോ ക്ലസ്റ്റർ സാമ്പിളിംഗിലേക്ക് വരികയാണെങ്കിൽ ഇതൊക്കെ എന്താണ് നോൺ പ്രോബബിലിറ്റി സാമ്പിളിംഗിന്റെ ടൈപ്പ് ആണ് കേട്ടോ. ക്ലസ്റ്റർ സാമ്പിളിംഗ് വരികയാണെങ്കിൽ ക്ലസ്റ്റർ സാമ്പിളിംഗ് ഇൻവോൾവ്സ് ഡിവൈഡിംഗ് ദ പോപ്പുലേഷൻ ഇൻടു സബ് ഗ്രൂപ്പ്സ്. ഈച്ച് സബ് ഗ്രൂപ്പ് ഷുഡ് ഹാവിംഗ് സിമിലർ ക്യാരക്ടറിസ്റ്റിക്സ് ദ ഹോൾ സാമ്പിൾ ആൻഡ് റാൻഡംലി സെലക്ടിംഗ് എൻറ്റയർ ഇൻഡിവിജ്വൽസ് ഓഫ് സബ് ഗ്രൂപ്പ്സ്. സോ ഇത്രത്തോളം ഒരു പോപ്പുലേഷൻ ഉണ്ടാവും. സോ ഈ പോപ്പുലേഷന്റെ ഒരു പോപ്പുലേഷൻ എന്നുള്ളത് ഒരു ലാർജർ യൂണിറ്റും അതിൽ നിന്ന് പഠനം നടത്താൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു സ്മോളർ യൂണിറ്റ് ആണ് സാമ്പിൾ എന്നുള്ളത്. ഓക്കെ, സോ തന്നിരിക്കുന്ന ഈ പോപ്പുലേഷനെ നമ്മൾ എന്താക്കാം, ഇങ്ങനെ റാൻഡമായി ഡിവൈഡ് ചെയ്യാം. റാൻഡമായിട്ടല്ല,
അതിൽ എല്ലാ തരത്തിലുള്ള ക്യാരക്ടറിസ്റ്റിക്സ് ഒക്കെ പ്രോസസ് ചെയ്യുന്ന ഒരു ഗ്രൂപ്പ് വെച്ച് ഡിവൈഡ് ചെയ്തിട്ട്, അഥവാ ഇതിലെ ഓരോ സാമ്പിൾ എന്നുള്ളത് ഈ കംപ്ലീറ്റ് പോപ്പുലേഷന്റെ ഒരു മിനി റെപ്രസെന്റേഷൻ ആയിരിക്കും. സോ അതും പറയുന്നത് തന്നെ ഒരു ക്ലസ്റ്റർ എടുത്ത് അത് വെച്ച് പഠനം നടത്തുന്നതാണ് ക്ലസ്റ്റർ സാമ്പിളിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, മനസ്സിലായില്ലേ? തന്നിരിക്കുന്ന പോപ്പുലേഷനെ എന്ത് ചെയ്യാം, അവിടെ ഒരു സിമിലർ ക്യാരക്ടറിസ്റ്റിക്സ് ഉള്ള കുറച്ച് ഗ്രൂപ്പുകളോ സബ് ഗ്രൂപ്പുകളൊക്കെ ആക്കി മാറ്റി അതിൽ ഒരു സബ് ഗ്രൂപ്പിന്റെ മെമ്പേഴ്സിനെ അങ്ങനെ തന്നെ എടുത്ത് അവരെ സാമ്പിൾ ആക്കി വെച്ച് പഠനം നടത്തുക. അതാണ് ക്ലസ്റ്റർ സാമ്പിളിംഗ്. സോ ക്ലസ്റ്റർ സാമ്പിളിംഗ് ഇൻവോൾവ്സ് ഡിവൈഡിംഗ് ദ പോപ്പുലേഷൻ ഇൻടു സബ് ഗ്രൂപ്പ്സ്. ഈച്ച് സബ് ഗ്രൂപ്പ് ഷുഡ് ഹാവിംഗ് സിമിലർ ക്യാരക്ടറിസ്റ്റിക്സ് ദ ഹോൾ സാമ്പിൾ ആൻഡ് റാൻഡംലി സെലക്ടിംഗ് എൻറ്റയർ ഇൻഡിവിജ്വൽസ് ഓഫ് സബ് ഗ്രൂപ്പ്സ്. This method is good for dealing with large and dispersed populations. ഇനി നമുക്ക് ഇങ്ങനെ എന്ത് ചെയ്യാം, സ്റ്റേറ്റ്മെന്റിൽ ഇങ്ങനെ ആയിരിക്കാം ചോദിക്കാം, ഒരു ലാർജ് അല്ലെങ്കിൽ ഒരു ഡിസ്പേഴ്സ്ഡ് പോപ്പുലേഷനെ പറ്റി പഠനം നടത്താൻ ഉപയോഗിക്കാനുള്ള ഏറ്റവും കൺവീനിയന്റ് ആയിട്ടുള്ള സാമ്പിളിംഗ് മെത്തേഡ് ഏതാണ്? സോ അത് ക്ലസ്റ്റർ സാമ്പിളിംഗ് ആണ്. സോ ദിസ് മെത്തേഡ് ഈസ് ഗുഡ് ഫോർ ഡീലിംഗ് വിത്ത് ലാർജ് ആൻഡ് ഡിസ്പേഴ്സ്ഡ് പോപ്പുലേഷൻസ്, ബട്ട് ദർ ഇസ് മോർ റിസ്ക് ഓഫ് ദ എറർ ഇൻ ദ സാമ്പിൾ ആസ് ദർ കുഡ് ബി സബ്സ്റ്റാൻഷ്യൽ ഡിഫറൻസസ് ബിറ്റ്വീൻ ക്ലസ്റ്റേഴ്സ്. It is difficult to guarantee that the sample clusters are really representative of the whole population. Population within cluster is heterogeneous and between is homogeneous. ഞാൻ തന്നിരിക്കുന്ന ഓപ്ഷൻ ഉണ്ടായിരുന്ന വേറൊരു ഓപ്ഷൻ ആയിരുന്നു സ്ട്രാറ്റിഫൈഡ് സാമ്പിളിംഗ്. സോ സ്ട്രാറ്റിഫൈഡ് സാമ്പിളിംഗിലേക്ക് വരികയാണെങ്കിൽ, അണ്ടർ ദിസ് പ്രോസസ് ദ എൻറ്റയർ പോപ്പുലേഷൻ ഇസ് ഡിവൈഡഡ് ഓർ സബ് ഡിവൈഡ് ഇൻടു ഹോമോജീനിയസ് ഗ്രൂപ്പ്സ് ഓർ ടൈപ്സ്. നേരത്തെ നമ്മൾ മറ്റേ ക്ലസ്റ്റർ സാമ്പിളിംഗിൽ കണ്ടത് എല്ലാ ഗ്രൂപ്പ്സിന്റെ അകത്തും എല്ലാ ക്യാരക്ടറിസ്റ്റിക്സും പ്രോസസ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അവരുടെ ഗ്രൂപ്പിന്റെ അകത്ത് എന്താണ്, ഹെട്രോജീനിയസ് ആയിട്ടുള്ള ആൾക്കാരാണ്. സോ ഇവിടെ നിന്നുള്ളത് ഒരേ ക്യാരക്ടർ പ്രോസസ് ചെയ്യുന്ന ചില ആൾക്കാരെ ഓരോ ഗ്രൂപ്പ് ആക്കുക, അല്ലെങ്കിൽ ഇന്ന ഏജ് ഗ്രൂപ്പിലുള്ള ആൾക്കാർ ഒരു ഗ്രൂപ്പ്, ഇന്ന ഇൻകം ഗ്രൂപ്പിലുള്ള ആൾക്കാർ ഒരു ഗ്രൂപ്പ്, ഇന്ന ജെൻഡർ കാറ്റഗറി പെടുന്ന ആൾ ഇന്ന ഗ്രൂപ്പ്, പിന്നെ വേറൊരു രീതിയിലേക്ക് ഇന്ന എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ഒക്കെ പ്രോസസ് ചെയ്യുന്ന ആൾക്കാർ ഒരു ഗ്രൂപ്പ്. സോ ഈ ഒരു ഗ്രൂപ്പിൽ നിന്ന് ഒരാൾ, ഈ ഒരു ഗ്രൂപ്പിൽ നിന്ന് ഒരാൾ, ഈ ഒരു ഗ്രൂപ്പിൽ നിന്ന് ഒരാൾ, ഈ ഒരു ഗ്രൂപ്പിൽ നിന്ന് ഒരാൾ. സോ എല്ലാ ഗ്രൂപ്പിലും ഉൾപ്പെടുന്ന അല്ലെങ്കിൽ എല്ലാ ക്യാരക്ടറിസ്റ്റിക്സും പ്രോസസ് ചെയ്യുന്ന സാമ്പിൾസിനെ കിട്ടിയല്ലോ. ആ ഒരു രീതിയിലേക്ക് നമ്മൾ സാമ്പിളിംഗ് മെത്തേഡ് എടുക്കുകയാണെങ്കിൽ, ആ ഒരു രീതിയിൽ സാമ്പിൾ കളക്ഷൻ ഒക്കെ നടത്തുകയാണെങ്കിൽ അതാണ് സ്ട്രാറ്റിഫൈഡ് സാമ്പിളിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, രണ്ടും തമ്മിലുള്ള ഒരു വ്യത്യാസമുണ്ട്, അത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. Under this process, the entire population is divided or subdivided into homogeneous groups or types or classes called strata on the basis of certain common characteristics such as age, gender, literacy. Example, a sample is drawn from each strata at random is called stratified sample. കൺഫ്യൂഷൻ ആയില്ലല്ലോ നിങ്ങൾക്ക്? സാമ്പിളിംഗ് എന്നുള്ളത് ഓൾറെഡി പഠിച്ചതുകൊണ്ടാണ് സാമ്പിളിംഗിന്റെ ഇൻട്രൊഡക്ഷനിലേക്കൊന്നും വരാതെ ഡയറക്റ്റ് ഓപ്ഷൻസ് മാത്രം എടുത്തത്. ഓക്കെ, ഹോപ്പ് ഇറ്റ് ഈസ് ക്ലിയർ. Again, the study of behavior of humans and non-humans in the natural environment. Excuse me, someone is mentioning. Okay. The study of the behavior of humans and non-humans in the natural environment without any manipulation of variables is called quasi-experimental research, observational research, subjective research, anthropometric research. ഏതാണ്? നാച്ചുറൽ എൻവയോൺമെന്റിൽ യാതൊരു തരത്തിലുള്ള മാനിപ്പുലേഷനും നടത്താതെ ആ ഒരു സാധനത്തിന്റെ നാച്ചുറൽ ബിഹേവിയർ അല്ലെങ്കിൽ നാച്ചുറൽ പാറ്റേൺ അല്ലെങ്കിൽ ആ ഇവന്റ് പഠിക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന റിസർച്ച്. 2 തവണ ആ ക്വസ്റ്റ്യൻ വന്നു അല്ലേ? 2 തവണ. ഏതാണ്? റെസ്പോണ്ട് ചെയ്യോ? നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തല്ലോ. എന്താ കൺഫ്യൂഷൻ? അതല്ലേ യെസ്, ഒബ്വിയസ്ലി ഇറ്റ് ഈസ് ഒബ്സർവേഷണൽ റിസർച്ച്. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, ഒബ്സർവേഷണൽ റിസർച്ചിന്റെ കേസിലാണ് എന്ത് വരുന്നത്, ആ ഒരു നാച്ചുറൽ എൻവയോൺമെന്റ് അല്ലെങ്കിൽ നാച്ചുറൽ ബിഹേവിയർ നമ്മൾ പഠിക്കാൻ ഉപയോഗിക്കുന്ന റിസർച്ച് എന്നുള്ളത് ഒബ്സർവേഷണൽ റിസർച്ച് ആണ്. സോ ഒബ്സർവേഷണൽ റിസർച്ചിൽ ആ ഒരു റിസർച്ചർക്ക് ആ ഒരു എൻവയോൺമെന്റിലേക്ക് ഡയറക്റ്റ് ഇന്റർവ്യൂ ചെയ്യാനോ അല്ലെങ്കിൽ ആ എൻവയോൺമെന്റിനെ കൺട്രോൾ ചെയ്യാനോ മാനിപ്പുലേറ്റ് ചെയ്യാനുള്ള സ്കോപ്പ് ഒന്നുമില്ല. കാര്യങ്ങൾ എങ്ങനെയാണെന്ന് ഒബ്സർവ് ചെയ്യാനുള്ള ആ ഒരു ബേസിക് സ്കോപ്പ് മാത്രമേ റിസർച്ചറെ സംബന്ധിച്ചുള്ളൂ. സോ ആ ഒരു ടൈപ്പ് ഓഫ് റിസർച്ച് നമ്മൾ വിളിച്ചിട്ടുണ്ടായിരുന്നത് ഒബ്സർവേഷണൽ റിസർച്ച് എന്നാണ്.
ഈ ഒരു മാനിപ്പുലേഷനും അല്ലെങ്കിൽ കൺട്രോളിംഗ് ഒക്കെ പോസിബിൾ ആകുന്നത് എക്സ്പെരിമെന്റൽ റിസർച്ചിലുമാണ്. ഓക്കെ, qualitative method of studying and describing a culture is called phenomenology, ethnography, case study, narrative approach. ഇതും സിമ്പിൾ ആണ്. ഓക്കെ, തന്നിരിക്കുന്ന ഓപ്ഷൻസ് ഒക്കെ ക്വാളിറ്റേറ്റീവ് റിസർച്ചിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന റിസർച്ച് മെത്തേഡ്സ് ആണ് കേട്ടോ. ഫിനോമിനോളജി, എത്തനോഗ്രഫി, കേസ് സ്റ്റഡി, നെഗറ്റീവ് അപ്രോച്ച് ഒക്കെ. സോ ഒരു കൾച്ചറിനെ പറ്റി പഠിക്കുക, ആ ഒരു കൾച്ചറിനെ പറ്റി ഡിസ്ക്രൈബ് ചെയ്തൊക്കെ ഏതിൽ വരും? എത്തനോഗ്രഫിയിൽ വരും. So the correct answer is option B, ethnography. So coming to ethnography. Ethnography is a qualitative method. Qualitative research, quantitative research ഒക്കെ ഓൾറെഡി അറിയാം. ക്വാണ്ടിറ്റി മീൻസ് ആ ഒരു കണക്കുകളൊക്കെ ഉള്ളതാണ്. ക്വാളിറ്റി എന്നുള്ളത് ഒബ്വിയസ്ലി സോഷ്യൽ സയൻസിലൊക്കെ വരുന്ന റിസർച്ച്. So ethnographic research is a qualitative method where researchers observe and or interact with their study participants in their real life environment. സോ ആ കൂട്ടത്തിൽ ഒരാളായി പോയിരുന്ന് പഠിച്ച് അവരുടെ കൂടെ നിന്നൊക്കെ പഠിച്ചിട്ടൊക്കെ എടുക്കുന്നതാണ് ഈ എത്തനോഗ്രഫി എന്നുള്ളത്. ഓക്കെ, ഇറ്റ് ഈസ് എ പ്രോസസ് ഓഫ് സ്റ്റഡിങ് ആൻഡ് ഡിസ്ക്രൈബിങ് എ കൾച്ചർ. എ റിസർച്ചർ മേ ഗോ ലീവ് ഇൻ ദാറ്റ് സ്പെസിഫിക് കമ്മ്യൂണിറ്റി ആൻഡ് സ്റ്റഡി ദ കൾച്ചർ. ഇതാണ് എത്തനോഗ്രഫി. അതിന് ഫിനോമിനോളജി വരുമ്പോൾ ഒന്നുമില്ല, ആ ഒരു ഫിനോമിന എന്താണ് അവിടെ നടന്നിട്ടുണ്ടായിരുന്നത്, ആ ഫിനോമിന ഡയറക്റ്റ് ആയിട്ട് എക്സ്പീരിയൻസ് ചെയ്ത ആൾക്കാരിൽ നിന്ന് നമ്മൾ ആ സ്റ്റഡി നടത്തുമ്പോഴാണ് അത് ഫിനോമിനോളജി ആയി മാറുന്നത്. സോ ഫിനോമിനോളജിക്കൽ സ്റ്റഡി എക്സ്പ്ലോർസ് വാട്ട് പീപ്പിൾ എക്സ്പീരിയൻസ് ആൻഡ് ഫോക്കസ് ഓൺ ദെയർ എക്സ്പീരിയൻസ് ഓഫ് എ ഫിനോമിന. അതാണ് ഫിനോമിനോളജി എന്നുള്ളത്. നെറേറ്റീവ് അപ്രോച്ച് എന്നുള്ളത്, നെറേറ്റീവ് അപ്രോച്ച് ബേസിക്കലി നറേഷൻ, അതാണ് ഓർത്താൽ മതി. ഇൻ ദിസ് റിസർച്ചേഴ്സ് കളക്ട് സ്റ്റോറീസ് ഫ്രം ഇൻഡിവിജ്വൽസ്, സ്റ്റോറീസ് മേ എമേർജ് ഫ്രം ഇൻഡിവിജ്വൽ എക്സ്പീരിയൻസ്. അതൊക്കെയാണ് നെറേറ്റീവ് അപ്രോച്ച് നമ്മൾ പറയുന്നത്. കേസ് സ്റ്റഡി എന്നുള്ളത് ആ ഒരു പേഴ്സൺ പഠിക്കുക, അല്ലെങ്കിൽ ഒരു ഇവന്റ്, അതൊക്കെ ആ ഒരു ഇവന്റ് സ്പെസിഫിക് ആയിട്ട് പഠിക്കുക, അല്ലെങ്കിൽ ഒരു പേഴ്സണെ പറ്റി സ്പെസിഫിക് ആയിട്ട് പഠിക്കുക, അതൊക്കെയാണ് കേസ് സ്റ്റഡി പറയും. So case study is a detailed study of a specific subject such as a person, a group, a place, an event, an organization or phenomena. ഇതൊക്കെ പറ്റി ആ ഒരു സാധനത്തെ പറ്റി മാത്രം സ്പെസിഫിക് ആയിട്ട് പഠിക്കുന്നതിനാണ് നമ്മൾ കേസ് സ്റ്റഡി എന്ന് പറയാം. So it is focused on providing a detailed account of one or more cases. Next question. Identify the bibliographic softwares among the following. Turnitin, EndNote, Reference Manager, Mendeley. ഇതിൽ തന്നിരിക്കുന്നത് ഏതാണ് ബിബ്ലിയോഗ്രഫിക് സോഫ്റ്റ്വെയർസ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ബിബ്ലിയോഗ്രഫിക്ക് വേണ്ടി ഉപയോഗിക്കാൻ പറ്റുന്നത്. ഓക്കെ, ആൻസേഴ്സ് പോരട്ടെ. ട്രൈ ചെയ്യാറില്ലെങ്കിലൊക്കെ അറ്റംപ്റ്റ് ചെയ്ത് നോക്കാം. തെറ്റാളൊന്നും യാതൊരു തരത്തിലുള്ള കുഴപ്പമൊന്നുമില്ല. കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ് കേട്ടോ. ഇതില് ഫസ്റ്റത്തെ സാധനം ഉണ്ടല്ലോ, ടെർണിറ്റിൻ. ഇതെന്നുള്ളത് പ്ലാഗിയാരിസം ചെക്ക് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു എന്താണ് പോപ്പുലർ ആയിട്ടുള്ള ഒരു സോഫ്റ്റ്വെയർ ആണ് ടെർണിറ്റ് എന്നുള്ളത്. സോ ഇത് പ്ലാഗിയാരിസം ചെക്ക് ചെയ്യാനുള്ളതാണെന്ന് മനസ്സിലാക്കിയാൽ ഓപ്ഷനിൽ അതില്ലാത്തതായിട്ട് ഈ ഒറ്റ ഓപ്ഷനേ ഉള്ളൂ. ഇത് കറക്റ്റ് ആൻസർ ആണെന്ന് നമുക്ക് പെട്ടെന്ന് ആൻസറിലേക്ക് എത്താം. ഓക്കെ, സോ ദ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ബി എന്നുള്ളതാണ്. സോ EndNote, റെഫറൻസ് മാനേജർ, മെന്റലി, ഇതൊക്കെയാണ് ബിബ്ലിയോഗ്രഫിക് സോഫ്റ്റ്വെയർസ് എന്ന് പറയുന്നത്. The software for reference and bibliography. EndNote. ഇത് ലിസ്റ്റ് ചെയ്ത് വെച്ചോട്ടോ. Zotero. ഇത് ഡിസംബർ 2023 ക്വസ്റ്റ്യൻ ആണ്. ഞാൻ എഴുതിയ എക്സാമിലെ ക്വസ്റ്റ്യൻ ആയിരുന്നു. Zotero, മെന്റലി, റെഫറൻസ് മാനേജർ. ഇതാണ് റെഫറൻസിനും ബിബ്ലിയോഗ്രഫിക്കൊക്കെ ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയർസ് എന്നുള്ളത്. ഇനി പ്ലാഗിയാരിസം ചെക്ക് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയർസ് ആണ് ഗ്രാമർലി, ആർട്ടിക്കിൾ ചെക്കർ, ടെർണിറ്റിൻ, ഡ്യൂപ്ലി ചെക്കർ. ഓക്കെ, ഇതൊന്ന് ലിസ്റ്റ് ചെയ്ത് വെച്ചോട്ടോ.
ഇതല്ലാണ്ട് തന്നെ എന്താ പറയാ, ഈ ഒരു റിസർച്ച് ആപ്റ്റിറ്റ്യൂഡിലേക്ക് സോഫ്റ്റ്വെയർസിന്റെ ഉപയോഗം ഒരുപാടുണ്ട് കേട്ടോ. ക്വാളിറ്റേറ്റീവ് റിസർച്ചിൽ ഒരുപാട് സോഫ്റ്റ്വെയർസ്, ഐ മീൻ ഈ ഡാറ്റ അനാലിസിസിന് കുറെ, ഡാറ്റ പ്രോസസ്സിങ്ങിന് കുറെ, അതൊക്കെ അത്രയും ബേസിക് ആയിട്ട് റെഫറൻസിന്റെയും പ്ലാഗിയാരിസത്തിന്റെയും സോഫ്റ്റ്വെയർസ് ഏതൊക്കെയാണെന്ന് ഒന്ന് ഓർത്ത് വെക്കാം. ഓക്കെ, 15 ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. 1 hour മേലെ ടൈം എടുക്കും എന്ന് വിചാരിച്ചിട്ടാണ് പിന്നെ ക്വസ്റ്റ്യൻസ് എടുക്കാറുണ്ട്. പക്ഷെ ടൈം ഇനിയുണ്ട്. ആർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ ഡൗട്ട് ഉണ്ടോ? മാം, ഈ ഫിനോമിനോളജി എന്ന് പറഞ്ഞ ഒരു ഓക്കെ, ക്വാളിറ്റേറ്റീവ് മെത്തേഡ് ഇല്ലേ, അതൊന്ന് പറയാവോ? ഫിനോമിനോളജി എന്നുള്ളത് ഇപ്പൊ ഒരു എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ ഒരു ഫ്ലഡ് ഒക്കെ നടന്നു. ഫ്ലഡ്, ഐ മീൻ ആ ഒരു ഫിനോമിന പറ്റി ആ ഒരു ഡയറക്റ്റ് എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ളതോ അല്ലെങ്കിൽ ആ ഒരു സിറ്റുവേഷനിൽ ജീവിച്ചൊക്കെ ആയിട്ടുള്ള ആ ഒരു പഠനം നടക്കുകയാണ് ഫിനോമിനോളജി എന്നുള്ളത്. അവരുടെ അഭിപ്രായമൊക്കെ തേടി അവരുടെ അനുഭവങ്ങളൊക്കെ എടുക്കുന്നത്. സോ ബേസിക്കലി നമ്മളെ റെഫറൻസ് ടെസ്റ്റിലും സ്റ്റാൻഡേർഡ് ടെക്സ്റ്റിലൊക്കെ പറഞ്ഞ എക്സാമ്പിൾ, ഈ പ്രിസണേഴ്സ് ഓഫ് വാർ, യുദ്ധത്തിലൊക്കെ പങ്കെടുത്തിട്ടായിരുന്ന ആൾക്കാർ അവരുടെ ഭാര്യമാരോട് എങ്ങനെയായിരുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കാം. ഇപ്പൊ ഇൻ കേസ് ഇങ്ങനെ ഫ്ലഡ് ഒക്കെ ഉണ്ടായി, അതിലൊക്കെ ഒരു ക്യാമ്പിലൊക്കെ താമസിച്ചു, ആ ഒരു ഫിനോമിന മൊത്തം വിറ്റ്നസ് ചെയ്ത ആൾക്കാരോട് എങ്ങനെയായിരുന്നു എന്നുള്ള രീതിയിൽ സ്റ്റഡീസ് ഒക്കെ നടത്തും. ഇതൊക്കെയാണ് ഫിനോമിനോളജിക്കൽ സ്റ്റഡി എന്ന് പറയുന്നത്. ഓക്കെ, 4 ക്വാളിറ്റേറ്റീവ് മെത്തേഡിന്, ക്വാളിറ്റേറ്റീവ് റിസർച്ച് മെത്തേഡിന് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. സോറി, അത് ക്ലിയർ ആയിരുന്നോ? ഒരു ബേസിക് അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടായിരുന്നു. ഓക്കെ, ഈ എത്തനോഗ്രഫി പോലെ തന്നെയാണ് ഈ പാർട്ടിസിപ്പന്റ് ഒബ്സർവേഷൻ എന്ന് പറഞ്ഞൊരു മെത്തേഡ് ഇല്ലേ? എത്തനോഗ്രഫി കൂടാതെ പാർട്ടിസിപ്പന്റ് ഒബ്സർവേഷൻ എന്ന വേറെ മെത്തേഡ് ഉണ്ടോന്നോ? അല്ല, +2 അങ്ങനെ ഒന്നും പഠിച്ച പോലെ ഓർമ്മ ഉണ്ടാകുന്നത് ചോദിച്ചേ. ഞാൻ ഇതിന്റെ അണ്ടറിൽ അങ്ങനെ പഠിച്ചില്ല കേട്ടോ, ഉണ്ടാവായിരിക്കും. പൊതുവെ ഇത് 4 ആണ് കണ്ടിട്ടുള്ളത്. താങ്ക് യു. ഓക്കെ, താങ്ക് യു. വേറെ എന്തെങ്കിലുമൊക്കെ ഡൗട്ട് ഉണ്ടോ? മാം, ക്ലസ്റ്റർ സാമ്പിളിങ്ങും സ്ട്രാറ്റിഫൈഡ് ഇല്ലേ, അത് രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് ഒന്നുകൂടി പറഞ്ഞു. സ്ട്രാറ്റിഫൈഡ് സാമ്പിളിങ്ങിലേക്ക് വരുമ്പോഴേ ഈ അകത്ത് ഉണ്ടാക്കുന്ന നമ്മൾ ഓരോരോ ടീമാക്കി മാറ്റാണല്ലോ. കംപ്ലീറ്റ് ഉള്ള സാമ്പിളിനെ നമുക്ക് ഉപയോഗിക്കാൻ പാകത്തിലുള്ള ഒരു ടീമാക്കും. സോ ഇതിന്റെ അകത്തുള്ള ഓരോ ടീം എന്നുള്ളത് ഹോമോജീനിയസ് ആണ്. ലൈക്ക് അവര് സിമിലർ ക്യാരക്ടറിസ്റ്റിക്സ് പ്രോസസ് ചെയ്യുന്ന ആൾക്കാർ. ഇപ്പം എനിക്ക് വേണ്ടത് എന്താണ്, ഒരു 15 മുതൽ 25 വരെയുള്ള ആ ഒരു ഏജിന്റെ സൈക്കോ സോഷ്യൽ ബിഹേവിയേഴ്സിന്റെ പഠനം. സോ ഞാൻ എന്ത് ചെയ്യും, ഇതൊന്ന് 15 മുതൽ 25 വരെയുള്ള ആൾക്കാരെ മാത്രം ഇവിടെ സെലക്ട് ചെയ്ത് വെക്കും. സോ ഇവിടുന്ന് എനിക്ക് ഗേൾസ് ആണ് വേണ്ടത്, ഗേൾസ് ഞാൻ സെലക്ട് ചെയ്ത് വെക്കും. ഇവിടുന്ന് എനിക്കൊരു പെർട്ടിക്കുലർ ഇൻകം കാറ്റഗറിയിലാണ് വേണ്ടത്. സോ ആ ഒരു പെർട്ടിക്കുലർ ഇൻകം കാറ്റഗറിയിൽ വരുന്ന കുറെ ആൾക്കാരെ ഞാൻ സെലക്ട് ചെയ്ത് വെക്കും. സോ ഇതിൽ എനിക്ക് ഇന്നത്ര എഡ്യൂക്കേഷൻ പ്രോസസ് ചെയ്ത ആൾക്കാരാണ് വേണ്ടത്. സോ ഇവിടെ ഒരു സമാനമായിട്ടുള്ള എഡ്യൂക്കേഷൻ പ്രോസസ് ചെയ്ത ആൾക്കാർ ഒരാളാണ്. സോ ഞാൻ ഇതിന്ന് 2-3 ആളെ, ഇതിന്നൊരു 3 ആളെ, ഇതിന്നൊരു 3 ആളെ, ഇതിന്നൊരു 3 ആളെയൊക്കെ പിക്ക് ചെയ്യും, റാൻഡമായിട്ട് പിക്ക് ചെയ്യും. സോ പിന്നീട് ഇവരാണ് എന്റെ സാമ്പിൾ എന്നുള്ളത്. സോ ഇതാണ് സ്ട്രാറ്റിഫൈഡ് സാമ്പിളിംഗ് എന്നുള്ളത്. തന്നിരിക്കുന്ന മൊത്തത്തിലുള്ള സാമ്പിളിന് അവരുടെ ഓരോരോ ക്യാരക്ടറിസ്റ്റിക്സിനെ ബേസ് ചെയ്തിട്ട് ഹോമോജീനിയസ് ഗ്രൂപ്പ്സ് ആയിട്ട് അതിന്റെ അങ്ങ് തന്നെ ഡിവൈഡ് ചെയ്യും, അതിന്റെ അകത്ത് തന്നെ ഡിവൈഡ് ചെയ്യും. സോ പിന്നീട് ഓരോരോ സ്ട്രാറ്റയും ഇതാക്കാം, റാൻഡമായിട്ട് ഓരോരാളെ പിക്ക് ചെയ്യും. ഇതാണ് സ്ട്രാറ്റിഫൈഡ് സാമ്പിളിംഗ് എന്നുള്ളത്. സോ സ്ട്രാറ്റിഫൈഡ് സാമ്പിളിംഗിലേക്ക് വരുമ്പോൾ നമ്മൾ ഈ ഡിവൈഡ് ചെയ്ത് അകത്തുള്ള ആൾക്കാർ എന്നുള്ളത്, ഈ ഒരു ഗ്രൂപ്പിന്റെ അകത്തുള്ള ആൾക്കാർ അവർ ഹോമോജീനിയസ് ക്യാരക്ടറിസ്റ്റിക്സ് പ്രോസസ് ചെയ്യുന്ന ആൾക്കാരാണ്. സെയിം ഏജ് ഗ്യാപ്പ് ആവും, അല്ലെങ്കിൽ സെയിം ജെൻഡർ ആയിരിക്കാം, അല്ലെങ്കിൽ സെയിം എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ഉള്ള ആൾക്കാരാവും, ആ ഒരു രീതിയിൽ. പക്ഷെ ക്ലസ്റ്റർ സാമ്പിളിംഗ് എന്ന് പറയുന്നത് ഇതിന്റെ അകത്തുള്ള ആൾക്കാർ എന്നുള്ളത് ഇവര് ഹെട്രോജീനസ് ആണ്. ലൈക്ക് ഇപ്പൊ തന്നിരിക്കുന്ന ആ ഒരു ഗ്രൂപ്പിൽ ഏതൊക്കെയോ ഏജ് കാറ്റഗറിയിൽ ആൾക്കാരുണ്ടാകും, ഏതൊക്കെയോ വിദ്യാഭ്യാസ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ പോസ്റ്റ് ചെയ്യുന്നുണ്ടാവും. സോ ഞാൻ കുറച്ച് ഈ ഒരു ഏജ് ഗ്രൂപ്പിൽ 5-6 ആള്, വേറൊരു ഏജ് ഗ്രൂപ്പിൽ 5-6 ആൾക്കാരെ എന്താണ്, അല്ലെങ്കിൽ ഇന്ന ഡിഗ്രി ലെവൽ ക്വാളിഫിക്കേഷനിൽ കുറച്ച് ആൾക്കാരെ, പിന്നെ +2 ലെവൽ ക്വാളിഫിക്കേഷനിൽ കുറച്ച് ആൾക്കാരെ, അങ്ങനെ എല്ലാ ആൾക്കാരെയും ഉൾപ്പെടുത്തിക്കൊണ്ട് ഞാനൊരു ക്ലസ്റ്റർ ഉണ്ടാക്കി. ഇവിടെയും എന്താണ്, എല്ലാ ആൾക്കാരും ഉൾപ്പെടുത്തിക്കൊണ്ട് വേറൊരു ക്ലസ്റ്റർ ഉണ്ടാക്കി. സോ ഇതിലുള്ളത് ഈ കംപ്ലീറ്റ് സാമ്പിളിന്റെ ഒരു സബ് ഗ്രൂപ്പ്. ഈ കംപ്ലീറ്റ് സാമ്പിൾ എങ്ങനെയാണോ ഹെട്രോജീനിയസ് ആയി നിൽക്കുന്നത്, അതുപോലെ തന്നെയാണ് ഇതിന്റെ അകത്തുള്ള ഓരോ ക്ലസ്റ്റേഴ്സും. ഈ ഓരോ ക്ലസ്റ്റേഴ്സിലേക്ക് നോക്കിയാൽ
എനിക്ക് അവിടെ ഏതൊക്കെ തരത്തിലുള്ള ആൾക്കാർ എന്തൊക്കെ ക്യാരക്ടറിസ്റ്റിക്സ് പൊസസ് ചെയ്യുന്നുണ്ടോ അത് എനിക്ക് ഇവിടെ ഈ ഒരു കുഞ്ഞു ക്ലസ്റ്ററിൽ കാണാൻ പറ്റും. ലൈക്ക് ഇതിന്റെ ഒരു മിനി വേർഷൻ ആയിരിക്കും ഇത് എന്നുള്ളത്. ഇവിടെ അങ്ങനെയല്ല. ഇവിടെ എന്താണ്, ഇവിടെ എനിക്ക് എല്ലാ ക്യാരക്ടറിസ്റ്റിക്സും പൊസസ് ചെയ്യാൻ പറ്റുന്നുണ്ടോ? ഇല്ല. ഇവിടെ എന്താണ്, ഒരു പെർട്ടിക്കുലർ ഏജ് ഗ്രൂപ്പിലുള്ള മാത്രമേ ഞാൻ ഒരു സ്ട്രാറ്റയായി ഡിവൈഡ് ചെയ്തിട്ടുണ്ടോ. ഇവിടെ ഒരു ക്ലസ്റ്ററിലേക്ക് വരുമ്പോൾ അവിടെ എന്താണ്, ആ ഒരു സാമ്പിളിൽ ഏതൊക്കെ തരത്തിലുള്ള ആൾക്കാരുണ്ടോ അവിടെ എന്താണ് എല്ലാവരും ഞാൻ എന്താണ് യൂണിഫോം ആയിട്ട് അതൊന്ന് പിക്ക് ചെയ്ത് വെച്ചാണ്. സോ എനിക്ക് ഈ കംപ്ലീറ്റ് ഗ്രൂപ്പിനെ പഠിക്കുന്നതിന് പകരം എന്താക്കിയാൽ മതി, ഈ ഒരു കുഞ്ഞ് ക്ലസ്റ്ററിനെ പഠിച്ചാൽ മതി. ഇതാണ് ക്ലസ്റ്റർ സാമ്പിളിങ്ങും സ്ട്രാറ്റിഫൈഡ് സാമ്പിളിംഗ്. ഹോപ്പ് ഇറ്റ് ഈസ് ക്ലിയർ. മനസ്സിലായില്ലെങ്കിൽ ഞാൻ ഒന്നും കൂടി എക്സ്പ്ലെയിൻ ചെയ്തുതരാം. മനസ്സിലായോ? മനസ്സിലായി. താങ്ക് യു. എനി അതർ ഡൗട്ട്സ്? നിങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിലെ PYQs ഒക്കെ പിന്നീട് ചെയ്ത് നോക്കുന്നുണ്ടോ? സ്നോബോൾ സാമ്പിളിംഗ്. സോ സ്നോബോൾ സാമ്പിളിംഗ് എന്നുള്ളത് നിങ്ങൾ അത് ഭയങ്കര ബേസിക് ആയിട്ട് എന്താ പറയാ അഡ്വാൻസ്ഡ് ആയിട്ട് നിൽക്കണ്ട. ഇപ്പൊ എനിക്കൊരു ലോക്കലി പറയുകയാണെങ്കിൽ എനിക്ക് എന്ത് ചെയ്യണം, ഈ ഒരു എന്താ പറയാ നമ്മുടെ യൂത്തിന്റെ ഇടയിൽ കഞ്ചാവൊക്കെ ഉപയോഗിക്കുന്ന ആൾക്കാരുണ്ടല്ലേ, യൂത്ത് മാത്രമല്ല, ഞാൻ അങ്ങനെ പൊളിറ്റിക്കലി ഇൻകറക്റ്റ് ഒന്നും ആവുന്നില്ല കേട്ടോ. ലൈക്ക് ആ ഒരു സ്റ്റഡീസ് ആണ് എനിക്ക് നടത്തുന്നെങ്കിൽ ആ ഒരു പോപ്പുലേഷൻ അല്ലെങ്കിൽ ആ ഒരു സാമ്പിൾ എന്നുള്ളത് എന്നെ സംബന്ധിച്ച് അത് കിട്ടാൻ ഭയങ്കര പണിയായിരിക്കും. ലൈക്ക് ആരും കഞ്ചാവ് ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ ടോക്സിക് സാധനങ്ങൾ ഉപയോഗിക്കുന്ന ആരും നമ്മളത് ഉപയോഗിക്കുന്നുണ്ടെന്ന് ഓപ്പൺ ആയിട്ട് പറയില്ല. ഇപ്പൊ ഞാൻ എന്ത് ചെയ്യും, എന്റെ ഏതെങ്കിലുമൊക്കെ ഒരു കണക്ഷൻ വെച്ചിട്ട് ഒരാൾ കണ്ടുപിടിക്കും. ആ ഒരു പാർട്ടിസിപ്പന്റ് വഴി ഓൻ പറയും എനിക്ക് ഇന്നൊരാൾ അറിയാം, ഓനും ഈ ഒരു സാധനം ഉപയോഗിക്കാറുണ്ട്. ഞാൻ എന്ത് ചെയ്യും, ഓനെ കണക്ട് ചെയ്യും. ആ ഒരു രീതിയിൽ നമുക്കൊരു മെയിൻ സ്ട്രീമിൽ നമുക്ക് പെട്ടെന്ന് ആക്സസ് ചെയ്യാനോ അല്ലെങ്കിൽ കളക്ട് ചെയ്യാനോ ഭയങ്കര ഹാർഡായിട്ടുള്ള അല്ലെങ്കിൽ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു സാമ്പിളിനെ പറ്റി പഠനം നടക്കുമ്പോൾ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു മെത്തേഡാണ് സ്നോബോൾ മെത്തേഡ് എന്നുള്ളത്. സ്നോബോൾ മെത്തേഡിൽ ഒരു പാർട്ടിസിപ്പന്റ് വഴി നമുക്ക് അടുത്ത പാർട്ടിസിപ്പന്റിലേക്ക്, ആ ഒരു പാർട്ടിസിപ്പന്റ് വഴി അടുത്തൊരു പാർട്ടിസിപ്പന്റിലേക്ക്, ആ ഒരു രീതിയിലേക്ക് നമുക്ക് സാമ്പിൾ കളക്ഷൻ നടത്താൻ പറ്റും. ഓക്കെ, ഇത് ആ ഒരു എക്സാമ്പിളും നിങ്ങൾ സീരിയസ് ആയിട്ട് എടുക്കരുത് കേട്ടോ. നിങ്ങൾക്ക് മനസ്സിലാവാനും ഞാൻ എന്നെ തന്നെ മനസ്സിലാക്കി വെച്ചതായിട്ടുള്ള ഒരു എക്സാമ്പിൾ ആണത്. ഇനി അതർ ക്ലിയർ ആയില്ലേ? ഓക്കെ, മിസ് ക്ലിയർ ആയി. മാത്രം മതി. ബേസിക് പെരിഫറൽ അണ്ടർസ്റ്റാൻഡിങ് മാത്രം മതി. ഭയങ്കര ഡീപ്പായിട്ടൊന്നും സാമ്പിളിങ്ങിലേക്കൊന്നും പോകണം. ഇതൊന്നും വൃത്തിക്ക് മനസ്സിലാക്കി വെക്കണം കേട്ടോ. ലൈക്ക് പി വാല്യൂ റിജക്ട് ചെയ്യുന്നതും പി വാല്യൂ ആക്സെപ്റ്റ് ചെയ്യുന്നതൊക്കെ. അതുകൊണ്ടാണ് ഞാൻ ആ ക്വസ്റ്റ്യൻ ഫസ്റ്റ് തന്നെ പ്ലേസ് ചെയ്തത്. ലാസ്റ്റ് ക്ലാസ്സിന്റെ ഒക്കെ PYQs നിങ്ങൾ പിന്നെ ചെയ്ത് നോക്കിയോ? ലൈക്ക് അതിൽ ഡിസ്കസ് ചെയ്യാത്ത സമാനമായിട്ടുള്ള വേറെ ക്വസ്റ്റ്യൻസ് പറ്റുന്നുണ്ടോ, കിട്ടുന്നുണ്ടോ, മനസ്സിലാവുന്നുണ്ടോ എന്ന് നോക്കാൻ. എന്താ റെസ്പോണ്ട് ചെയ്യാത്തത്? ലോജിക്കൽ റീസണിങ്ങിലൊക്കെ ബാക്കി ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടോ? ഓക്കെ, എല്ലാവർക്കും പറ്റുന്നുണ്ടെന്ന് മനസ്സിലാക്കുന്നു. ആൻഡ് ഓൾ ദ ബെസ്റ്റ് ഫോർ യുവർ എക്സാംസ്. ലെറ്റ്സ് വൈൻഡ് അപ്പ് ദി സെഷൻ. ഓക്കെ, താങ്ക് യു all.